ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. ഒത്തിരി ത്യാഗം സഹിച്ചും കഷ്ടപ്പെട്ടിട്ടുമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മഹാഭൂരിപക്ഷം പേരും 90% പേരും ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നവരാണ്. 5-10 മണിക്കൂറൊക്കെ യാത്ര ചെയ്തവരുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. കേരളത്തിന് പുറമേ നിന്നും വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയും ഇത്രയും പ്രയാസപ്പെട്ടും, പ്രത്യേകിച്ച് ഈ മഴ അല്ലെങ്കിൽ വരാനുള്ള ട്രാഫിക് ബ്ലോക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനൊക്കെ അതിജീവിച്ചവിടെ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷ. നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കർത്താവ് തൻ്റെ കൃപ ഒഴുക്കും. നമ്മുടെ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തും. നമ്മുടെ കടബാധ്യതകൾ കർത്താവ് ഏറ്റെടുക്കും. കുടുംബത്തിൽ സമാധാനം നിറയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ പല തടസ്സങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ തടസ്സം, വിസ തടസ്സം, യാത്രാ തടസ്സം, സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള തടസ്സം, ഭവന നിർമ്മാണ തടസ്സം, ഇങ്ങനെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. ഇങ്ങനൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിക്കും. ഒരു സംശയം ആരും വിചാരിക്കേണ്ട. നമ്മൾ ഇത്രയും ത്യാഗമൊക്കെ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നിരന്തരം പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്. ഈ അൾത്താരയിൽ തന്നെ എത്രായിരം സാക്ഷ്യങ്ങൾ ഇതിനോടകം അത്ഭുതകരമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ നാളിതുവരെ കേട്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഉറപ്പായും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആകർഷിച്ച്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവൻ എൻ്റെ അരികിലേക്ക് വരുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എങ്കിൽ, ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നുവെങ്കിൽ കൃത്യമായും വ്യക്തമായും പിതാവിന് പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കൃപയും അനുഗ്രഹവും വർഷിക്കുക എന്നുള്ളത്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം നമ്മളെ എത്ര സമൃദ്ധമായി അനുഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. ദൈവം എത്രയൊക്കെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ചാലും, ദൈവം എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ വർഷിച്ചാലും ചിലപ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അങ്ങനെ വരുമോ? ദൈവം കൃപ വർഷിച്ചാലും അത് സ്വീകരിക്കാൻ പറ്റാതെ വരുമോ? വന്നേക്കാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അത് നിറയെ വെള്ളമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ പൈപ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വരുന്നില്ല. എന്താ അങ്ങനെ വരുന്നേ? പൈപ്പിനകത്ത് എന്തെങ്കിലും കല്ലോ കരടോ കമ്പോ ചെളിയോ ഇലയോ തടസ്സമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ താഴെ പൈപ്പ് തുറന്നാൽ വെള്ളം വരില്ല. എന്നതുപോലെ ദൈവം എത്ര കൃപ ചൊരിഞ്ഞാലും, ദൈവം എത്ര കൃപ വർഷിച്ചാലും, ദൈവം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറിയാലും ചിലപ്പോൾ നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവകൃപ സ്വീകരിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യം, ബ്ലോക്ക് എന്താണ്? ഈ തടസ്സം, ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ തടസ്സമായിട്ട് നമ്മളിലുള്ള ഈ കാര്യം, ഈ യാഥാർത്ഥ്യം എന്താണ് ഈ തടസ്സം? കൃപ സ്വീകരിക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് എന്താണ് തടസ്സം? ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾക്കറിയാവുന്നൊരു ഉത്തരം പറ. എന്താണ് ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള തടസ്സം? പാപമാണ്. പല തടസ്സങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം, ഒന്നാമത് പരിഹരിക്കേണ്ടതായ തടസ്സം പാപം എന്ന് പറയുന്ന തടസ്സമാണ്. പാപം എന്ന തടസ്സം മാറാതെ കൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. പാപം എന്ന ബ്ലോക്ക് മാറാതെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ, നമ്മൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം, പാപം ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കില്ല. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പാപിയാണ്, എന്നിൽ പാപമുണ്ട്, അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കില്ല, ദൈവം എന്നിലേക്ക് കൃപ ചൊരിയില്ല. അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ പാപികളാണെങ്കിലും പുണ്യവാന്മാരാണെങ്കിലും വിശുദ്ധരാണെങ്കിലും പാപാവസ്ഥയിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. നല്ലവരുടെ മേലും ദുഷ്ടരുടെ മേലും ഒരുപോലെ മഴ വർഷിക്കുന്ന, നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപാവസ്ഥയിലാണെങ്കിലും ദൈവം അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വിശുദ്ധിയിലാണെങ്കിലും ദൈവം അനുഗ്രഹിക്കും. നമ്മൾ പോരായ്മകളിലും തിന്മയുടെ അവസ്ഥയിലും തടക്കദോഷങ്ങളിലാണെങ്കിലും ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ഒരു കുഴപ്പമാണ്, നമ്മൾ പാപാവസ്ഥയിലാണെങ്കിൽ ദൈവം തരുന്ന ഈ കൃപയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പാപത്തിലാണെങ്കിൽ തമ്പുരാൻ നൽകുന്ന അനുഗ്രഹത്തെ, കൃപയെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഈ പാപം എന്ന് പറയുന്ന തടസ്സം മാറണം. ഉദാഹരണത്തിന് സൂര്യൻ 24 മണിക്കൂർ ഒരുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 365 ദിവസം ഒരുപോലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഭൂമിയിൽ പകുതി സ്ഥലത്ത് പകുതി സമയം ഇരുട്ടാണ്. എന്താ കാരണം? ഭൂമി എപ്പോഴെല്ലാം സൂര്യനിലേക്ക് മുഖം തിരിക്കുന്നു അപ്പോഴൊക്കെ അവിടെ പ്രകാശം സ്വീകരിക്കാം. സൂര്യനിൽ നിന്ന് മുഖം തിരിച്ചാൽ ആ ഭാഗം അന്ധകാരമാണ്, ഇരുട്ടാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
കത്തിജ്വലിക്കുന്ന, ഇത്രയും വലിയ കത്തിജ്വലിക്കുന്ന പ്രകാശമുള്ള സൂര്യനെ ചെറിയൊരു മേഘം വന്ന് മൂടിയാൽ ആ പ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം കാണാൻ, അല്ലെങ്കിൽ ആ സൂര്യനെ കാണാൻ നമുക്ക് സാധിക്കാത്ത വിധം ഒരു ബ്ലോക്കായിട്ട് മാറണം. എന്നതുപോലെ പാപം എന്ന കാർമേഘം, പാപം എന്ന് പറയുന്ന കാർമേഘം ദൈവാനുഗ്രഹവും ദൈവകൃപയും സ്വീകരിക്കാൻ വലിയൊരു തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വന്നു, ദൈവകൃപ സ്വീകരിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഇവിടെ വന്നു. ദൈവമാണെങ്കിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹം ചൊരിയുന്നു, കൃപ വർഷിക്കുന്നു. എന്നിട്ടും സ്വീകരിക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അപ്പം അതുകൊണ്ട് നമുക്ക് പാപം എന്ന് പറയുന്ന തടസ്സം എടുത്ത് മാറ്റണം. എന്താ അതിനുള്ള മാർഗം? പാപം എന്ന തടസ്സം മാറാൻ എന്താ മാർഗം? എന്താ മാർഗം എന്നറിയില്ലേ? പാപം എന്ന തടസ്സം മാറ്റാനുള്ള മാർഗം എന്താണെന്ന് അറിയില്ലേ? വിശുദ്ധ കുമ്പസാരം. എല്ലാ പാപങ്ങളും മോചിക്കുന്ന കൂദാശ ഏതാണ്? എല്ലാ പാപങ്ങളും മോചിക്കുന്ന കൂദാശ ഏതാണ്? കുമ്പസാരമല്ല. കുമ്പസാരമല്ല. എല്ലാ പാപവും മോചിക്കുന്ന കൂദാശ കുമ്പസാരമല്ല. പിന്നെ ഏതാ? കുർബാന അല്ല. പിന്നെ ഏതാ? ഇനി 5 കൂടി ഉള്ളൂ, അതുകൂടി പറഞ്ഞു. ഏതാണ് എല്ലാ പാപവും മോചിക്കുന്ന കൂദാശ? മാമോദീസയാണ്. മാമോദീസ. ഉത്ഭവ പാപം, അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഉത്ഭവ പാപം. ഉത്ഭവ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത പാപമല്ല, കൈമാറി കിട്ടിയൊരവസ്ഥ, കൃപാരാഹിത്യം. കൃപയോടെ ജനിക്കേണ്ടവരായിരുന്നു, കൃപയില്ലാതെ അഥവാ ദൈവകൃപയോടെ ആദിമശുദ്ധി എന്ന് പറയും. ആദിമാതാപിതാക്കളെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അവരെ പരിപൂർണതയിൽ പരിശുദ്ധിയിൽ സൃഷ്ടിച്ചു. ആ ആദിമ വിശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പം കൃപാരാഹിത്യത്തോടെ ജനിക്കുന്ന അവസ്ഥ, അതാണ് ഉത്ഭവ പാപം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തിച്ച പാപമല്ല, കൈമാറി കിട്ടിയൊരു അവസ്ഥയാണ് ഉത്ഭവപാപം. ഉത്ഭവപാപവും കർമ്മപാപങ്ങൾ ഉണ്ടെങ്കിൽ കർമ്മപാപങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശിശുമാമോദീസായിൽ സാധാരണഗതിയിൽ കർമ്മപാപം ഉണ്ടാവില്ല, പ്രവർത്തിച്ച പാപം ഉണ്ടാവില്ല, ഉത്ഭവപാപം ഉണ്ടാവുള്ളൂ. എന്നാൽ മുതിർന്നവരുടെ മാമോദീസയുണ്ട്. മുതിർന്നവർ മാമോദീസ മുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ച പാപം ഉണ്ടാവും, കർമ്മപാപങ്ങളും ഉണ്ടാവും. അപ്പം ഉത്ഭവപാപമാകട്ടെ കർമ്മപാപമാകട്ടെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാകട്ടെ പാപത്തിൻ്റെ പരിണിത ഫലമായി വരുന്ന കടങ്ങളാകട്ടെ അഥവാ കാലിക ശിക്ഷയാകട്ടെ എല്ലാം പരിഹരിക്കപ്പെടുന്ന കൂദാശയാണ് ഏത്? മാമോദീസ. മാമോദീസയിലൂടെയാണ് എല്ലാം പരിഹരിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ പോയിട്ടൊന്ന് മാമോദീസ മുങ്ങിയാലോ? പറ്റുമോ? മാമോദീസ മുങ്ങാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മാമോദീസ മുങ്ങിയവരാണ്. അങ്ങനെയുള്ളവർക്ക് ഇനി മാമോദീസ മുങ്ങാൻ പറ്റുമോ? പറ്റുമില്ലയോ? പറ്റില്ല. കാരണം എന്താ? മാമോദീസ എന്ന് പറയുന്ന കൂദാശ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ സാധിക്കുന്ന കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ. അപ്പം മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി, മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി മാമോദീസാക്കി ശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, കൽപ്പനകളുടെ ലംഘനങ്ങൾ, ചിന്ത വഴിയോ വാക്ക് വഴിയോ പ്രവൃത്തി വഴിയോ സംഭവിക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ മോചിക്കാനുള്ള കൂദാശ ഏതാണ്? കുമ്പസാരമാണ്, വിശുദ്ധ കുമ്പസാരമാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരം മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇടർച്ചകൾ, വീഴ്ചകൾ, പോരായ്മകൾ അതെല്ലാം പരിഹരിക്കാനുള്ള കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. അപ്പോൾ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയാം, പക്ഷേ നമ്മളത് പഠിച്ചത് എപ്പോഴാണ്? ഈ കുമ്പസാരം എന്താണ്? കുമ്പസാരം എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ പഠിച്ചത് എപ്പോഴാണ്? എന്നാ പഠിച്ചേ? ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോഴാണ് പഠിച്ചത്. പ്രായം എത്രയാ? 9 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സ്, മാക്സിമം 12 വയസ്സ്. ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെ അന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ എന്ന ഒരു ചിന്ത, ഒരു വിചാരം നമുക്ക് പലപ്പോഴും ഉണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായി തന്നെ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. ഓർക്കുക, 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ പീഡ സഹിച്ച് കുരിശിലേറി മരിച്ച ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നമുക്ക് നേടിത്തന്നത് രക്ഷയാണ്. ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപത്തിന് ഈശോ അന്ന് പരിഹാരം ചെയ്തു. യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ ബലി, അതിലൂടെ രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, മനുഷ്യവംശത്തിൻ്റെ മുൻപിൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ അടഞ്ഞുപോയ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അഥവാ രക്ഷ അന്ന് പ്രദാനം ചെയ്യപ്പെട്ടു. അന്ന് നൽകപ്പെട്ട രക്ഷ, 2000 കൊല്ലം മുൻപ് കാൽവരിക്കുന്നിലെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പ്രദാനം ചെയ്യപ്പെട്ട രക്ഷ ഇന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ രക്ഷ എങ്ങനെ സ്വീകരിക്കും? അന്ന് നൽകപ്പെട്ട രക്ഷ ഇന്ന് ജീവിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നത് കൂദാശകളിലൂടെയാണ്. ആദ്യ കൂദാശ മാമോദീസയാണ്, പ്രാരംഭ കൂദാശ മാമോദീസയാണ്. മാമോദീസായിലൂടെ ഇതാ നമ്മൾ രക്ഷ സ്വീകരിക്കുന്നു. വീണ്ടും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു. ദൈവമക്കള എന്ന സ്ഥാനത്തേക്ക് നമ്മൾ വീണ്ടും
ഉയർത്തപ്പെടുന്നു. അപ്പം അന്ന് നൽകപ്പെട്ട രക്ഷ ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഇതാ കൂദാശകളിലൂടെ സ്വീകരിക്കുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമോദീസ ഒറ്റ തവണയെ സ്വീകരിക്കാൻ പറ്റൂ. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾ അത് പരിഹരിക്കാൻ, അത് ആ പാപങ്ങൾ കഴുകിക്കളയാൻ, അഥവാ അന്ന് നൽകപ്പെട്ട രക്ഷ ഇന്ന് സ്വീകരിക്കാൻ ഇതാ വിശുദ്ധ കുമ്പസാരത്തിലൂടെ, മറ്റു കൂദാശകൾ നമ്മളെ ഓരോ വിധത്തിൽ സഹായിക്കുന്നു. എങ്കിലും ആ പ്രകടമായിട്ട് പാപമോചനത്തിനുള്ള, അനുരഞ്ജനത്തിനുള്ള കൂദാശ എന്ന നിലയ്ക്ക് വിശുദ്ധ കുമ്പസാരമാണ് ഏറ്റവും കൂടുതലായി നമ്മളെ സഹായിക്കുന്നത്. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം ശരിക്കും നമ്മൾ തിരിച്ചറിയണം. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ, അത് പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം പറയാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഞാനത് ഒത്തിരി വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഒറ്റ വാക്കിൽ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, കുമ്പസാരത്തിലൂടെ പാപമോചനം സ്വീകരിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞ കുമ്പസാരത്തിലൂടെ രക്ഷ നമ്മൾ സ്വീകരിക്കുന്നു. രണ്ടാമതായിട്ട് പാപത്തിൻ്റെ പരിണത ഫലങ്ങളിൽ നിന്നുള്ള മോചനം കൂടെ നമ്മളതിൽ നിന്ന് സ്വീകരിക്കുന്നു. വീണ്ടും നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് മാറുന്നു. രക്ഷയുടെ കവാടം അഥവാ സ്വർഗത്തിൻ്റെ കവാടം വീണ്ടും നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നു. പാപത്തിൻ്റെ പരിണത ഫലത്തിൽ നിന്നൊരു പരിധി വരെ നമുക്ക് മോചനം നൽകുന്നു. നിത്യശിക്ഷയായ നരകശിക്ഷയിൽ നമുക്ക് മോചനം ലഭിക്കുന്നു. ഇങ്ങനെ ഒരുപാട് 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 കാര്യം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൂടെ കുമ്പസാരം എന്ന കൂദാശ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട മുഴുവൻ കൃപയും മുഴുവൻ അനുഗ്രഹവും നമുക്ക് ശരിക്കും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുക. ഒരു കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട മുഴുവൻ കൃപയും മുഴുവൻ അനുഗ്രഹവും നമ്മൾ ശരിക്കും സ്വീകരിക്കുന്നുണ്ടോ? പലപ്പോഴും സ്വീകരിക്കുന്നില്ല. മുഴുവൻ കൃപയും മുഴുവൻ അനുഗ്രഹവും. ഞാനത് പറയാൻ കാരണം, ഒരു ഉദാഹരണത്തിന്, കുമ്പസാരത്തിലൂടെ കിട്ടുന്ന ഒരു കൃപയാണ് വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ. ആ കൃപ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കുമ്പസാരത്തിൻ്റെ സമയത്ത് കിട്ടേണ്ടതാണ്, പക്ഷെ കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ അന്ന് പറഞ്ഞ പാപങ്ങൾ ഇന്ന് കുമ്പസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളെല്ലാം പരമവിശുദ്ധരാന്ന് എനിക്കറിയാം. ഞാൻ ബാക്കി ക്രിസ്ത്യാനികളുടെ കാര്യം ചോദിക്കുക, ഉണ്ടോ ഇല്ലയോ? അന്ന്, അതായത് ഒരുമാതിരി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെയാണ്. ഒരു പാപം കുറച്ച് 100 എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ എല്ലാ കുമ്പസാരത്തിലും നമുക്ക് പറയാം. അതായത് വീണ്ടും ആ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല? കർത്താവ് തരുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കുമ്പസാരം അതിൻ്റെ മുഴുവൻ കൃപയും മുഴുവൻ പ്രസാദപരവും നമ്മൾ സ്വീകരിക്കണമെങ്കിൽ കുമ്പസാരിക്കേണ്ട വിധത്തിൽ തന്നെ കുമ്പസാരിക്കണം. കുമ്പസാരിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നല്ലോണം കുമ്പസാരിക്കാം, അല്ലെങ്കിൽ വല്ലോണം കുമ്പസാരിക്കാം. നല്ലോണം കുമ്പസാരിച്ചാൽ കൃപ മുഴുവനും സ്വീകരിക്കാം. വല്ലോണം കുമ്പസാരിച്ചാൽ എന്തോരം കൃപ കിട്ടുമെന്ന് ഓരോരുത്തർക്കും അതിനുള്ള സമർപ്പണം എത്രത്തോളം ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടും. അപ്പം നല്ലോണം കുമ്പസാരിക്കണോ വല്ലോണം കുമ്പസാരിക്കണോ? നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? എന്നാൽ പറ, നല്ലോണം കുമ്പസാരിക്കണോ വല്ലോണം കുമ്പസാരിക്കണോ? നല്ലോണം കുമ്പസാരിക്കണം. നല്ലോണം കുമ്പസാരിക്കാൻ എന്താ വേണ്ടത്? നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എത്ര കാര്യങ്ങളുണ്ട്? സഭ എത്രയാണ് പഠിപ്പിക്കുന്നേ? 5. ഏതൊക്കെയാണത്? ആ നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. പിന്നെ 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ എടുക്കുന്നത്. 4, ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനോട് ഏറ്റുപറയുന്നു, തുറന്നു പറയുന്നു. 5, വൈദികൻ കൽപ്പിച്ച പരിഹാരം പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ 5ഉം പൂർണ്ണ ഫലദായകത്വമുള്ള ഒരു കുമ്പസാരത്തിന് ആവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ അതിൻ്റെ തികവിലും പൂർണ്ണതയിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തിപരമായി നമ്മൾ ഉത്തരം പറയേണ്ട ഒരു കാര്യം. അത് ഈ 5 കാര്യങ്ങൾ ഒരു നല്ല കുമ്പസാരത്തിന് അഥവാ പൂർണ്ണമായ ഫലദായകത്വം കുമ്പസാരത്തിലൂടെ സ്വീകരിക്കുന്നതിന് ഈ 5 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. 5ഉം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു കാര്യം, ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകണമെങ്കിൽ അതിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ചില ഘടകങ്ങളുണ്ട്. ഏത് കാര്യത്തിനും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെങ്കിൽ അതിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കട്ടിലുണ്ടാക്കുമ്പോൾ കട്ടിലിന് എന്തൊക്കെ വേണം? എന്തിനാണ് നമ്മൾ സാധാരണ ഇതിനെ കട്ടിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കട്ടിൽ മേടിക്കുന്നത്? കട്ടിൽ എന്നൊരു വാക്കേ നിങ്ങൾ കേട്ടിട്ടില്ല? എന്നാൽ പറ, എന്തിനാണ് നമ്മൾ കട്ടിലുണ്ടാക്കുന്നത്, കട്ടിൽ മേടിക്കുന്നത്? കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കട്ടിലിന് എന്തൊക്കെ വേണം? 4 കാല് വേണം, പിന്നെ ഒരു പലക, അതിൽ ഇപ്പോൾ കിടക്കാം. ഇത് എസെൻഷ്യലാണ്. ഇത് എസെൻഷ്യൽ എലമെൻറ്റുകളാണ്. ഇത് 4 കാലിന് പകരം 2 കാല് കുറഞ്ഞാലോ?
കട്ടിലെന്ന് പിന്നെ പറയാൻ പറ്റില്ല, അത് ഉപകാരമില്ല. മാത്രമല്ല ആ പലകയൊന്നുമില്ല, 4 കാല് മാത്രമേ ഉള്ളെങ്കിലോ അതിനെ കട്ടിലെന്ന് പറയാൻ പറ്റൂ. ഒരു കട്ടിലാകണമെങ്കിൽ പറഞ്ഞതെല്ലാം വേണം. എന്നതുപോലെ തന്നെ മുഴുവൻ ഫലദായകത്വവും നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. 5ഉം അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ തമ്പുരാൻ വർഷിക്കുന്ന കൃപ, അനുഗ്രഹം, അത് നമ്മൾ സങ്കല്പിക്കുകയും ഊഹിക്കുകയും ഒക്കെ ചെയ്തതിനേക്കാളും അധികം, അത്രയധികം കൃപയാണ്, അനുഗ്രഹമാണ്, അഭിഷേകമാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇവിടെയും ഈ ധ്യാനകേന്ദ്രം എല്ലാ ധ്യാനകേന്ദ്രങ്ങളും കുമ്പസാരം ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തുന്ന കൂദാശയാണ് അല്ലെങ്കിൽ ശുശ്രൂഷയാണ് വിശുദ്ധ കുമ്പസാരം. ഈ ധ്യാനകേന്ദ്രത്തിൽ റാഫേലച്ചൻ അത് 100% അല്ല 101% ബോധ്യമുള്ളൊരു കാര്യമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം. ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ റാഫേലച്ചൻ ഇവിടുത്തെ റെസിഡൻഷ്യൽ റിട്രീറ്റ് നടക്കുമ്പോൾ, 5 ദിവസത്തെ ധ്യാനം നടക്കുമ്പോൾ, താമസമുള്ള ധ്യാനം നടക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ റാഫേലച്ചൻ പറയാറുണ്ട്, നമ്മുടെ ഈ ധ്യാനത്തിന് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? കടബാധ്യത മാറണം, രോഗം മാറണം. ആണോ? അല്ല, ഇതല്ല ലക്ഷ്യം. നമ്മുടെ ഈ ധ്യാനത്തിന് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. 2 ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ ലക്ഷ്യം തുറന്നൊരു കുമ്പസാരം, രണ്ടാമത്തെ ലക്ഷ്യം പരിശുദ്ധാത്മാഭിഷേകം. ഈ തുറന്ന കുമ്പസാരമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് ഒരാളെ ഒരുക്കുന്നത്. 2 ലക്ഷ്യം. ബാക്കിയൊക്കെ എന്നാൽ ഓരോ ധ്യാനം കഴിയുമ്പോഴും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര സാക്ഷ്യങ്ങൾ ഓരോ ധ്യാനം കഴിയുമ്പോൾ ഈ ആൾത്താരിൽ വന്ന്, അതും ആ ദിവസങ്ങളിൽ സംഭവിച്ച പ്രകടമായ സാക്ഷികൾ മാത്രമേ ഇവിടെ പറയിപ്പിക്കാറുള്ളൂ. അതുപോലും പറഞ്ഞാൽ തീരാത്ത അത്രയും സാക്ഷ്യങ്ങൾ ഓരോ ധ്യാനം കഴിയുമ്പോൾ നടക്കുന്നുണ്ട്. ഇവിടെ ധ്യാനത്തിന് സാധാരണ പൊതുവെ എല്ലാ ധ്യാനങ്ങൾക്കും ഒരു കുമ്പസാരം ഉണ്ടാവുക. ഇവിടെ 2 കുമ്പസാരമുണ്ട്. ഞായറാഴ്ച ധ്യാനം തുടങ്ങിയ ചൊവ്വാഴ്ച ഒരു കുമ്പസാരമുണ്ട്, വ്യാഴാഴ്ച കുമ്പസാരമുണ്ട്. ഇതിന് 2 കുമ്പസാരം. ഒന്നാമത്തെ കുമ്പസാരം എത്രയൊക്കെ ഒരുങ്ങി കുമ്പസാരിച്ചാലും, എത്ര സമയമെടുത്ത് കുമ്പസാരിച്ചാലും, കുമ്പസാരം കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാകാം, അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോഴാകാം, വീണ്ടും കുറേ അല്ലെങ്കിൽ ആരാധനയുടെ ഒക്കെ സമയത്താകാം, ചിലപ്പോൾ കുറേ വീണ്ടും പറയാൻ വിട്ടുപോയതോ മറന്നുപോയതോ ആയ കുറേ പാപങ്ങൾ ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് ആ ഓർമ്മ വരുന്ന പാപങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു അവസരം കൊടുക്കുകയാണ്. വ്യാഴാഴ്ച ഒന്നുകൂടെ ഒരു കുമ്പസാരമുണ്ട്. കാരണം അത്രയും പ്രാധാന്യം കുമ്പസാരത്തിന് ഈ ധ്യാനകേന്ദ്രം കൊടുക്കുന്നതിൻ്റെ കാരണം, എല്ലാ ധ്യാനകേന്ദ്രങ്ങളും കുമ്പസാരം പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി വാതിൽ തുറക്കപ്പെടുകയാണ്. അതിശക്തമായ അത്ഭുത പ്രവർത്തികളും അതിശക്തമായ ദൈവാനുഗ്രഹം അല്ലാതെയും വർഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള തടസ്സം മുഴുവൻ തുറന്ന കുമ്പസാരത്തിലൂടെ മാറ്റപ്പെടുന്നു. ദൈവാനുഗ്രഹം സ്വീകരിക്കാനുള്ള ബ്ലോക്ക്, പാപം എന്ന് പറയുന്ന തടസ്സം, അത് മാറ്റപ്പെടുകയാണ് ഒരു തുറന്ന കുമ്പസാരത്തിലൂടെ. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കുമ്പസാരത്തിന് കൊടുക്കുന്നതും അതിന് സഹായിക്കാൻ ഒരു ലീഫ്ലെറ്റ്, ഒരു കുമ്പസാര സഹായി തന്നെ എപ്പോൾ വന്ന് ആര് ചോദിച്ചാലും എടുത്തു കൊടുക്കാവുന്ന വിധത്തിൽ ഓഫീസിൽ അതിനു വേണ്ടി 1000കണക്കിന് കോപ്പികൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും, ശനിയാഴ്ച ഇവിടെ നടക്കുന്ന ഏത് ഏകദിനത്തിലും എല്ലാവരോടും എന്തായാലും കുമ്പസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം, ശരിക്കും ഇവിടെ കുമ്പസാരത്തിന് അച്ഛന്മാർ വരണമെങ്കിൽ ഒരുപാട് ദൂരെ നിന്ന് വരണം. 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും 5 മണിക്കൂറും 6 മണിക്കൂർ വരെ യാത്ര ചെയ്ത് ഇവിടെ കുമ്പസാരിപ്പിക്കാൻ വരുന്ന അച്ഛന്മാരുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഒരച്ഛൻ ഇവിടെ കുമ്പസാരിപ്പിക്കാൻ, താമസമുള്ള ധ്യാനത്തിന് കുമ്പസാരിപ്പിക്കാൻ ഒരച്ഛൻ വരുന്നത്, ആള് ഈ 2 മാസം മുമ്പ് വരെ മാള എടുത്തു. മാളയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ? 6 വണ്ടി മാറി കയറണം. ആദ്യം ആൾ അമ്പഴക്കാട് നിന്ന് മാളയ്ക്ക് കയറും, മാളയിൽ നിന്ന് ചാലക്കുടിക്ക് കയറും, ചാലക്കുടിയിൽ നിന്ന് പിന്നെ കടലുണ്ടിക്ക് ട്രെയിൻ കയറും, കടലുണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടേക്ക് ഓട്ടോറിക്ഷ വിളിക്കും. 6 വണ്ടി മാറി കയറിയിട്ട് വേണം, കടലുണ്ടിക്കല്ല, ഫറൂഖിലേക്ക് വരും, ഫറൂഖിൽ നിന്ന് പിന്നെ ബസ്സിന് കടലുണ്ടിയിൽ വരും, കടലുണ്ടിയിൽ നിന്ന് വേണം ഇവിടെ 6 വണ്ടി. ഇത് കുമ്പസാരിപ്പിക്കാൻ പറ്റുന്ന ഒരച്ഛൻ. അത്രയും ഇവിടെ അടുത്ത പരിസരത്തൊക്കെ അച്ഛന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ധാരാളം വൈദികരെ ഇത്രയും ദൂരെയൊക്കെ യാത്ര ചെയ്ത് അച്ഛന്മാർ വരുന്നുണ്ട്. അതിന് തമ്പുരാന് നന്ദി പറയുന്നു. അപ്പം ഇത്രയും പ്രാധാന്യത്തോടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വൈദികരൊക്കെ ഇവിടെ എത്തുന്നത് കുമ്പസാരം ദൈവം അത്രയും ആഗ്രഹിക്കുന്നുണ്ടത്. പരിശുദ്ധാത്മാവ് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു തുറന്ന കുമ്പസാരം നടത്തുക എന്നുള്ളതും ദൈവകൃപ തടസ്സം കൂടാതെ സ്വീകരിക്കുക എന്നുള്ളതും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ പറഞ്ഞു 5 കാര്യങ്ങൾ. നല്ലൊരു കുമ്പസാരം നടത്തണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഈ 5 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒന്നിന് ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് ചോദിക്കുന്ന പ്രസക്തിയൊന്നുമില്ല. എങ്കിലും ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അഥവാ ഈ 5-ൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് കാര്യം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ പുറകിലെ കാരണം കൂടെ ഒന്ന് പറയാം. ഒരു കൂദാശ വാലിഡ് ആകണമെങ്കിൽ അതിലൊരു സത്താപരമായ ഘടകം ഉണ്ടാവും. സത്താപരമായ ഘടകം അതില്ലാതെ നമുക്ക് ആ കൂദാശ പരികർമ്മം ചെയ്യാൻ പറ്റില്ല. അത് പരികർമ്മം ചെയ്താൽ ആ കൂദാശ വാലിഡ് അല്ല, സത്താപരമായ ഘടകം ഇല്ലെങ്കിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ കുർബാന, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാറുള്ളത് അപ്പവും വീഞ്ഞും സത്താപരമായ ഘടകമാണ്. നമുക്ക് അപ്പവും വീഞ്ഞും കിട്ടിയില്ല എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും വസ്തു വെച്ച് കുർബാന അർപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. സത്താപരമായ ഘടകമാണ് അപ്പവും വീഞ്ഞും നിർബന്ധം. ഇതുപോലെ മാമോദീസയിൽ എസെൻഷ്യൽ എലമെൻ്റ് ഉണ്ട്. മാമോദീസ മുക്കുമ്പോൾ എന്തുപയോഗിക്കുക?
ഒരു സത്താപരമായ ഘടകമായിട്ടൊരു കാര്യത്തെപ്പറ്റി പറയാറുണ്ട്. ഞാൻ കുട്ടികളുടെ ധ്യാനത്തിൽ വെറുതെ പിള്ളേരോട് ചോദിച്ചു, മക്കളെ മാമോദീസായിലെ എസെൻഷ്യൽ മാറ്റർ എന്താണെന്ന് അറിയാവോ എന്ന്. കുട്ടികൾ ഉത്തരം പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ കുട്ടികളോട് ചോദ്യം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് സമ്മാനം കൊടുത്ത് അങ്ങനെ ക്ലാസ് എടുത്തില്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചിരിക്കില്ല, 5 മിനിറ്റ് പോലും ശ്രദ്ധിച്ചിരിക്കില്ല. അപ്പോൾ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഉത്തരം പറയാനുള്ള ആകാംക്ഷയിൽ അവരിങ്ങനെ ഇരിക്കും. അപ്പോൾ അവർ ഉത്തരം പറയില്ല എന്ന് അറിയുമ്പോഴും നമ്മൾ ചിലപ്പോൾ ചോദ്യം ചോദിക്കും. ഇപ്പോൾ വെറുതെ ഇങ്ങനെ 8ാം ക്ലാസ്സിലെ കുട്ടികളെ ധ്യാനിപ്പിക്കുമ്പോൾ ചുമ്മാ ചോദിച്ചു, മക്കളെ ഈ മാമോദീസായിൽ സത്താപരമായ ഘടകം അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻ്റ് എന്താണെന്ന് അറിയാവോ? പിള്ളേർ ഭയങ്കര ആലോചനയ്ക്ക് ശേഷം ഒരുത്തൻ പെട്ടെന്ന് ഉത്തരം കിട്ടി. അവൻ ചാടി എണീറ്റു. അവന് ഉത്തരം പറഞ്ഞു, അച്ഛാ കുട്ടീന്ന്. ഈ കുട്ടി ഉണ്ടെങ്കിലല്ലേ മാമോദീസ മുക്കാൻ പറ്റുള്ളൂ, കുട്ടി വേണ്ടേ മാമോദീസ മുക്കാൻ? വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറഞ്ഞതാണ്. എന്താണ് മാമോദീസയിലെ എസെൻഷ്യൽ? വെള്ളമാണ്. അതിനെ വീട്ടുമാമോദീസ ആണെങ്കിൽ പോലും വെള്ളം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സത്താപരമായ ഘടകമായിട്ട് പറയുക. ഇതുപോലെ വിശുദ്ധ കുംഭസാരത്തിൽ ഒരു സത്താപരമായ ഘടകമുണ്ട്. ഈ 5 കാര്യങ്ങളിൽ 5ഉം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഒഴിവാക്കാനുള്ളതല്ല. പക്ഷെ 5ൽ അതിൻ്റെ സത്താപരമായ ഘടകമായി, അഥവാ അതില്ലെങ്കിൽ ബാക്കി 4 കാര്യങ്ങൾ നിർവഹിച്ചാലും കുംഭസാരം നടന്നിട്ടില്ല. ആ ഒരു കാര്യമില്ലെങ്കിൽ ബാക്കി 4 കാര്യങ്ങൾ നിർവഹിച്ചാലും കുംഭസാരം ഇൻവാലിഡ് എന്നാണ് അതിനെക്കുറിച്ച് സഭയുടെ പഠനം, സഭാ പ്രബോധനം പറയുക. ഈ 5 കാര്യങ്ങളിൽ ആ ഒരു കാര്യം ഏതാണ്? സത്താപരമായ ഘടകം ഏതാണ്? അല്ലെങ്കിൽ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഉറക്കെ പറ. അനുതാപം എന്ന് വെച്ചാൽ 5 കാര്യങ്ങളിൽ എത്രാമത്തെ? 2ാമത്തെ. ഓക്കെ, 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2ാമത്തെ കാര്യമാണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കാവൂ. പറഞ്ഞ ആൾ പോലും കൈവക്കണില്ലല്ലോ. എന്നാൽ കൈവക്ക്, മുട്ടുകൈ വളയാതെ കൈവക്ക്. ഇതിന് മൈനസ് മാർക്കൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കൈവയ്ക്കോ, കൈ താഴ്ത്തുക. ഇനി വേറെ അഭിപ്രായമുള്ളൊരു കൈവയ്ക്കോ. 1ാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അഭിപ്രായം കൈവയ്ക്കോ. 1ാമത്തെ ആരുമില്ല. 3ാമത്തെയാണെന്ന് അഭിപ്രായമുള്ളൊരു കൈവയ്ക്ക്. 3ാമത്തെ മുട്ടുകൈ വളയാതെ ഒരാളുണ്ട്, ഒരാളേ ഉള്ളൂ. ഇനി അല്ല 2 ആൾ. 4ാമത്തെയാണെന്ന് അഭിപ്രായം കൈവയ്ക്ക്. ഏറ്റുപറച്ചിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന അഭിപ്രായമുള്ളവർ കുറേ പേരുണ്ട്, കൈ താഴ്ത്ത. 5ാമത്തെയാണ് അഭിപ്രായം കൈവയ്ക്ക്. 5ാമത്തെ പരിഹാരം ചെയ്യൽ, വൈദികം കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റൽ, ഒരാളുണ്ട്. ഇനി 2 ആളുണ്ട്. ഇനി ഒന്നിലും കൈ പൊക്കാത്തവരൊന്ന് കൈവയ്ക്കുകയും. ഈ ധ്യാനം കഴിഞ്ഞ് പോണതിന് മുമ്പ് എവിടെയെങ്കിലും നമുക്ക് കൈ പൊക്കണം, അതിന് വേണ്ടിയിട്ടാണ്. 5ലും കൈ പൊക്കിയവരുണ്ടോ? ഇല്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, 5ഉം പ്രധാനപ്പെട്ടതാണ്. 5ഉം ഇതിൽ ഒരർത്ഥത്തിലും മറ്റൊരർത്ഥത്തിലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എങ്കിലും അതിൻ്റെ 1ാം സ്ഥാനം, അതിൻ്റെ പ്രഥമ സ്ഥാനമായിട്ട് സഭ വിശേഷിപ്പിക്കുക. നിങ്ങളിൽ ആദ്യം പറഞ്ഞ ഉത്തരം ശരിയ ഉത്തരം തന്നെയാണ്. അതായത് 5 കാര്യങ്ങളിൽ 2ാമത്തെ കാര്യം ഏതാ? മനസ്താപം, പശ്ചാത്താപം. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സഭയുടെ മതബോധന ഗ്രന്ഥം 1450 നമ്പർ, 1450 നമ്പറിൽ മതബോധന ഗ്രന്ഥം CCCയിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1451 നമ്പർ, 51 നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്. അനുതാപിയുടെ പ്രവൃത്തികളിൽ മനസ്താപത്തിനാണ് 1ാം സ്ഥാനം. 1ാം സ്ഥാനം ഏതിനാണ്? മനസ്താപത്തിനാണ്. അനുതാപിയുടെ പ്രവൃത്തികളിൽ മനസ്താപത്തിനാണ് 1ാം സ്ഥാനം. മനസ്താപം അഥവാ അനുതാപം അഥവാ മാനസാന്തരം, മനസ്താപം അല്ലെങ്കിൽ അനുതാപം, അതിനാണ് 1ാം സ്ഥാനം. അപ്പം ഇനി അടുത്ത ചോദ്യം, ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്താപമാണെങ്കിൽ, 1ാം സ്ഥാനം മനസ്താപത്തിനാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുതപിക്കുക എന്നതാണെങ്കിൽ, എന്താണ് ഈ മനസ്താപം? എന്താണ് ഈ അനുതാപം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ അങ്ങനെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ. അനുതാപത്തോടെ കുമ്പസാരിക്കണമെങ്കിൽ, മനസ്താപത്തോടെ കുമ്പസാരിക്കണമെങ്കിൽ എന്താണ് ഈ മനസ്താപം എന്ന് അറിയണ്ടേ? എന്താണ് ഈ മനസ്താപം? പറഞ്ഞോളൂ, നിങ്ങളോട് ചോദ്യം. പാപങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം അല്ല, കുറ്റബോധം എന്നുള്ള വാക്ക് തന്നെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ പാപബോധമാകും. പാപബോധവും കുറ്റബോധവും രണ്ടാണ്. പാപബോധം നമ്മളെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ദൈവകരുണയിലേക്കും നയിക്കും. കുറ്റബോധം നമ്മളെ നിരാശയിലേക്കാണ് നയിക്കുക. ഇത് പാപബോധം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കും, പ്രത്യാശയിലേക്ക് നയിക്കും, സ്വാഭാവികമായിട്ട് ഈശോയിലേക്ക് നയിക്കും. എന്നാൽ കുറ്റബോധം നമ്മളെ നിരാശയിലേക്ക്, ഞാൻ പാപം ചെയ്തല്ലോ, ഒരു കുറ്റബോധമാണ്. അപ്പോൾ പാപബോധവും കുറ്റബോധവും വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഒരു പക്ഷേ പാപബോധമാകാം. എന്നാൽ പാപബോധത്തിൽ നിന്ന് നമ്മൾ പശ്ചാത്താപത്തിലേക്ക് എത്തുന്നു. പാപബോധവും പശ്ചാത്താപത്തിലും വ്യത്യാസമുണ്ട്. എന്താണ് പശ്ചാത്താപം അഥവാ അനുതാപം? എന്താണ് അനുതാപം അഥവാ പശ്ചാത്താപം? വേഗം പറഞ്ഞോളൂ. എന്താണ് എന്താണ് പശ്ചാത്താപം അല്ലെങ്കിൽ അനുതാപം? അനുതാപം അഥവാ പശ്ചാത്താപം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം. എന്താണ് അനുതാപം അല്ലെങ്കിൽ എന്താണ് പശ്ചാത്താപം? ഉറക്കെ പറ. പാപം ചെയ്തു പോയത് ഓർത്ത് കേട്ടില്ല, ഉറക്കെ പറ.
വേദനിപ്പിച്ച മനസ്താപം. അതെന്താണെന്ന് ചോദിച്ചു. മനസ്താപം അനുതാപം എന്നൊക്കെ പറയണത് എന്താ? ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ എന്താണ് ഈ അനുതാപം? മോളെ അനുതാപം എന്ന് പറഞ്ഞാൽ മനസ്താപമാണ് എന്ന് പറഞ്ഞാൽ കൊച്ചിനും വല്ല മനസ്സിലാവുമോ? എന്താണ് അനുതാപം, എന്താണ് മനസ്താപം, എന്താണ് പശ്ചാത്താപം? നമുക്ക് ലളിതമായൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, എൻ്റെ അമ്മയോടൊത്ത് സംസാരിച്ചിരിക്കുന്നു, കുറേ നേരം വർത്തമാനം പറഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ വാക്ക് തർക്കമായി എന്ന് വിചാരിക്കും. അപ്പോൾ വാക്ക് തർക്കമായപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ അമ്മയോട് വല്ലാതെ പൊട്ടിത്തെറിച്ചു, തട്ടിക്കയറി ഒത്തിരി ദേഷ്യപ്പെട്ട് അരിശപ്പെട്ടൊക്കെ സംസാരിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തിന് പൊട്ടിത്തെറിച്ചു, അരിശപ്പെട്ടു, ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് തോന്നും? നിങ്ങൾക്കാണെങ്കിൽ എന്ത് തോന്നും? മനസ്താപം. നിങ്ങൾക്ക് തോന്നുന്ന സാധാരണ വികാരത്തിൻ്റെ പേര് പറ. ഒരു വിഷമം തോന്നും, ഒരു സങ്കടം തോന്നും. ഒരു വിഷമം തോന്നും, ഒരു സങ്കടം തോന്നും. ഈ വിഷമത്തെ, ഈ സങ്കടത്തെ, ദുഃഖത്തെ വിളിക്കുന്ന പേരാണ് കുറ്റബോധമല്ല, മനസ്താപം. ഈ വിഷമത്തെ, ഈ സങ്കടത്തെ, ഈ ദുഃഖത്തെ വിളിക്കുന്ന പേരാണ് മനസ്താപം. പക്ഷെ ഉത്തരം പൂർണ്ണമായില്ല. ഉത്തരം പൂർണ്ണമാകണമെങ്കിൽ ഈ സങ്കടത്തിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഇപ്പോൾ ഉദാഹരണത്തിന് വഴി കൂടെ പോകുന്നൊരു ചേട്ടൻ, എനിക്കൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി വഴി കൂടെ പോകുമ്പോൾ എന്തോ കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, എന്തോ കാര്യത്തിന് തല്ലുകൂടി, ഭയങ്കര വാക്കേറ്റമായി, തർക്കമായി, ചീത്തയും തെറിയും പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയായി. ഇതെല്ലാം കഴിഞ്ഞ ആൾ പോയി. കുറേ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ല ദുഃഖമോ സങ്കടമോ തോന്നുമോ? സാധ്യത കുറവാണ് ദുഃഖവും സങ്കടവും തോന്നാൻ. ഞാൻ എന്തായിരിക്കും വിചാരിക്കാൻ സാധ്യത കൂടുതൽ? അയാളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരു 3-4 തെറി കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് അയാളെ വിടാമായിരുന്നു എന്ന് വിചാരിക്കാൻ. നിങ്ങളങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. മിക്കവാറും അങ്ങനെ ഞാൻ വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ദുഃഖം തോന്നി, ഒരു സങ്കടം തോന്നി. എന്താ അതിൻ്റെ കാരണം? അമ്മയോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ്. ഈ സ്നേഹം ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ ദുഃഖം ഉണ്ടാകൂ. ഈ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ പേരാണ് അനുതാപം. അതായത് നമുക്ക് പാപം ഞാൻ ചെയ്തു, എൻ്റെ ബലഹീനത കൊണ്ട് വീണുപോയി, എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു നീറ്റലാണ്, ഒരു പുകച്ചിലാണ്, കർത്താവിനെ വേദനിപ്പിച്ചല്ലോ. അത് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ പേരാണ് അനുതാപം അഥവാ പശ്ചാത്താപം. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാൻ ഞാനൊന്ന് ശ്രമിച്ചെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ദുഃഖമല്ല അനുതാപം, ആത്മാവിൻ്റെ ദുഃഖമാണ്. ആത്മാവിൻ്റെ ദുഃഖം എന്നത് ഉദാഹരണം വെച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം, മനസ്സിൻ്റെ ദുഃഖം പറഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും. ശരീരത്തിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും, മനസ്സിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകും. ഇതിന് നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ ആത്മാവിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടികിട്ടില്ല ഇതെന്താ സംഭവം എന്ന്. ഏതായാലും മനസ്താപം എന്നതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇതാണ്: ആത്മാവിൻ്റെ ദുഃഖം, ദൈവത്തെ വേദനിപ്പിച്ചതിലുള്ള ആത്മാവിൻ്റെ ദുഃഖം. ആ ദുഃഖത്തെ വിളിക്കുന്ന പേരാണ് മനസ്താപം അഥവാ പശ്ചാത്താപം. CCC 1451. ഈ CCC എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? CCC എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റീസ് ഓഫ് കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇങ്ങനൊരു പുസ്തകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് പോലും ഇല്ലേ? പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. നമ്മൾ ബൈബിൾ പോലെ തന്നെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതും ഇടയ്ക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കേണ്ടതുമായ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന, സഭയുടെ പഠനവും പ്രബോധനമൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതിൽ 1451 നമ്പറിൽ ഈ മനസ്താപത്തെക്കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്താപം തന്നെ രണ്ട് തരമുണ്ട്. ഒന്നാമത്തേതിനെ പൂർണ്ണ മനസ്താപം എന്ന് വിളിക്കും. രണ്ടാമത്തേതിനെ അപൂർണ മനസ്താപം എന്ന് വിളിക്കും. പൂർണ്ണ മനസ്താപമുണ്ട്, അപൂർണ മനസ്താപമുണ്ട്. മനസ്താപം പൂർണ്ണമാകണമെങ്കിൽ അതിൽ പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പൂർണ്ണ മനസ്താപത്തെക്കുറിച്ചാണ്. അതായത് ദൈവത്തെ വേദനിപ്പിച്ചപ്പോൾ എൻ്റെ പാപം മൂലം ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു, ഞാൻ ചെയ്ത അപരാധങ്ങൾ മൂലം ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ട്, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ വീണുപോയി, കർത്താവിനെ വേദനിപ്പിച്ചു പോയി. അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥത കാരണമോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം എന്തോ, ഞാനിതൊരു തെറ്റ് ചെയ്തു, പക്ഷെ അതിലൂടെ എൻ്റെ കർത്താവ് വേദനിച്ചു. ആ ഒരു ചിന്ത എനിക്ക് കർത്താവിനോട് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ ആത്മാവ് വേദനിക്കുകയാണ്, എൻ്റെ ആത്മാവ് ദുഃഖിക്കുകയാണ്. ഈ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ മനസ്താപം. സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പശ്ചാത്താപത്തെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ പശ്ചാത്താപം. ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ വിളിക്കുന്ന പേരാണ് പൂർണ്ണ പശ്ചാത്താപം. അപ്പോൾ അത് പൂർണ്ണ പശ്ചാത്താപമാണെങ്കിൽ രണ്ടാമത്തേതാണ് അപൂർണ പശ്ചാത്താപം. അപൂർണ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയത്തിൽ നിന്നുണ്ടാകുന്ന പശ്ചാത്താപം.
ഭയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പല കാരണം കൊണ്ട് ഭയം ഉണ്ടാകാം. ഈ പാപം മൂലം ഞാൻ ശിക്ഷിക്കപ്പെടുമോ, ഈ പാപം മൂലം ഞാൻ പിടിക്കപ്പെടുമോ, ദൈവകോപം എൻ്റെ തലയിൽ വന്ന് പതിക്കുമോ, ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമോ, ഇതൊക്കെ ഭയമാണ്. പാപം മൂലം ഉണ്ടാകുന്ന ഭയം. അപ്പോൾ ഭയം കാരണം പശ്ചാത്താപം ഉണ്ടാകാം. സ്നേഹത്തിൽ നിന്ന് എന്ന പോലെ തന്നെ ഭയത്തിൽ നിന്നും പശ്ചാത്താപം ഉണ്ടാകാം. ഭയം മൂലമുണ്ടാകുന്ന പശ്ചാത്താപത്തെ അപൂർണ പശ്ചാത്താപം എന്നാണ് പറയുക. അത് പൂർണ്ണമല്ല. പശ്ചാത്താപമാണ്, പശ്ചാത്താപം തന്നെയാണ്, പക്ഷെ അത് പൂർണ്ണമല്ല, അത് അപൂർണമാണ്, അപൂർണ പശ്ചാത്താപമാണ്. ഇപ്പോൾ 2 തരം പശ്ചാത്താപവും ഉണ്ട്, പൂർണ്ണ പശ്ചാത്താപവും അപൂർണ പശ്ചാത്താപവും. പൂർണ്ണ പശ്ചാത്താപത്തിന് വേറൊരു പേര് പറയാറുണ്ട്, ഉപവിയുടെ പശ്ചാത്താപം അഥവാ സ്നേഹത്തിൻ്റെ പശ്ചാത്താപം. സ്നേഹത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിന് സ്നേഹത്തിൻ്റെ പശ്ചാത്താപം എന്ന് പറയും. അപൂർണ പശ്ചാത്താപത്തിന് വേറൊരു പേര് പറയും, ഭീതിയുടെ പശ്ചാത്താപം അഥവാ ഭയത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അതിനെ ഭീതിയുടെ പശ്ചാത്താപം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? പൂർണ്ണ പശ്ചാത്താപം വേണോ അപൂർണ പശ്ചാത്താപം വേണോ? പൂർണ്ണ പശ്ചാത്താപമാണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഒരു പക്ഷേ കുമ്പസാരിക്കുന്നത് ആരംഭത്തിൽ ഭയം കാരണമൊക്കെ ആകാം. പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ പരിണതഫലം, പാപം മൂലം നരകശിക്ഷയ്ക്ക് അർഹയാകുമോ, അല്ലെങ്കിൽ ദൈവകോപം എൻ്റെ മേൽ പതിക്കുമോ, ഇങ്ങനെയുള്ള പേടി, ഭയം കാരണമൊക്കെ പലരും കുമ്പസാരിച്ചേക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും പൂർണ്ണ പശ്ചാത്താപം നമുക്ക് തരണതാരാ? ആരാ അത് തരുന്നേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, ദൈവിക പ്രവൃത്തിയാണ്. പൂർണ്ണ പശ്ചാത്താപം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്ത ചോദ്യം ഇതാണ്, അപൂർണ പശ്ചാത്താപം നമുക്ക് തരണതാരാ? ആരാണ് അപൂർണ പശ്ചാത്താപം നമുക്ക് തരണതാരാ? അതും ദൈവിക പ്രവൃത്തി തന്നെയാണ്, അതും പരിശുദ്ധാത്മ പ്രവൃത്തി തന്നെയാണ്. അതെന്തിനാ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിക്കണേ? ഭയങ്കര ഒരു സംശയമല്ലേ നമുക്ക്. കാരണം എന്തിനാ പരിശുദ്ധാത്മ നമ്മളെ പേടിപ്പിക്കണേ? ചില ആൾക്കാർ പേടിച്ചാലേ നന്നാവൂ. എന്ത് ചെയ്യാൻ പറ്റും? ചിലർ പറയില്ലേ, സാറേ എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതി, ഞാൻ നന്നായിക്കോളാന്ന്. ചിലരങ്ങനെയാണ്, അവരെ പേടിപ്പിച്ചാലേ നന്നാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ധ്യാനപ്രസംഗങ്ങളിലും വചനപ്രഘോഷണങ്ങളിലും ഒക്കെ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറയും. അപ്പോൾ കേൾക്കുന്നവർക്ക് ഉള്ളിൽ ഭയങ്കര പേടി തോന്നും. ശരിക്കും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണതല്ല, പാപത്തിൻ്റെ പരിണതഫലം ഭീകരമാണ്, അത് അറിയാൻ വേണ്ടി തന്നെ പറയണതാണ്. പാപത്തിൻ്റെ ദുരന്തഫലം, പാപത്തിൻ്റെ പരിണതഫലം അത് ഭീകരമാണ്. അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയം തോന്നാം. ഭയം തോന്നിയിട്ടാണ് കുമ്പസാരിക്കണമെങ്കിൽ പോലും അതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ? അതും ദൈവിക പ്രവൃത്തി തന്നെയാണ്. പക്ഷെ ഓർക്കുക, നമ്മൾ അവിടെ നിൽക്കരുത്, അടുത്തൊരു തലത്തിലേക്ക് വളരണം. എന്താണ് ആ വളർച്ച? അത് സ്നേഹത്തിൽ നിന്നാണ്. എന്നോട് കരുണ കാണിക്കുന്ന, എൻ്റെ പാപങ്ങൾ എണ്ണിയിരുന്ന് എന്നെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല, എന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്, സ്നേഹമുള്ള അപ്പയാണ് ദൈവം എന്നുള്ളൊരു ബോധ്യത്തിൽ, ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ആത്മാവിൻ്റെ ദുഃഖം അത് പശ്ചാത്താപമായി മാറുന്നു. അത് സകല പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ പേരാണ് പൂർണ്ണമായ പശ്ചാത്താപം, പൂർണ്ണമായ അനുതാപം. ഈ പൂർണ്ണമായ പശ്ചാത്താപത്തിൻ്റെയും പൂർണ്ണമായ അനുതാപത്തിൻ്റെയും അനുഗ്രഹം നമ്മൾ ചിന്തിക്കുന്നേക്കാളും ഉപരിയാണ്. ഈവൻ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് കുമ്പസാരം പാപം ഏറ്റു പറയും മുൻപ് തന്നെ പാപപ്രതി കിട്ടും. അതാണ് ഈ പൂർണ്ണ പശ്ചാത്താപത്തിൻ്റെ പ്രത്യേകത. മതബോധന ഗ്രന്ഥം പറയുന്നതാണ്, മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പൂർണ്ണ പശ്ചാത്താപം ആ വ്യക്തിയെ ശരിക്കും അത്, പക്ഷെ അത്രയും പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ദൈവകൃപയാൽ എത്തണം. അങ്ങനെ പൂർണ്ണമായൊരു പശ്ചാത്താപമാണെങ്കിൽ പോയി നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പാപം ഏറ്റു പറയും മുൻപ് തന്നെ വ്യക്തിക്ക് പാപമോചനം കിട്ടുമെന്ന് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. അതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ പോയി കുമ്പസാരിക്കേണ്ടെന്നല്ല, ഏറ്റു പറയേണ്ടെന്നല്ല. ഏറ്റു പറയൽ ഇതൊരു എസെൻഷ്യൽ എലമെൻറ്റ് തന്നെയാണ്. പക്ഷെ അനുതാപത്തിൻ്റെ ആ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, പശ്ചാത്താപം, പൂർണ്ണമായൊരു പശ്ചാത്താപത്തിൻ്റെ ഹൃദയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കിട്ടുന്നൊരു കൃപയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ചാണ് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല, പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് പോലും മോചനം കിട്ടാൻ പൂർണ്ണ പശ്ചാത്താപം നമ്മളെ സഹായിക്കും. സാധാരണ രീതിയിൽ കുമ്പസാരത്തിലൂടെ മോചനം ലഭിക്കുക നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാണ്, കാലിക ശിക്ഷ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഒരു കുമ്പസാരത്തിലൂടെ മോചനം കിട്ടുന്നത് നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാണ്, മോചനമാണ് കിട്ടുന്നത്. കാലിക ശിക്ഷ അപ്പോഴും അവിടെ അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. എന്നാൽ പശ്ചാത്താപം പൂർണ്ണമാണെങ്കിൽ, പരിപൂർണ്ണ പശ്ചാത്താപം, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പശ്ചാത്താപമാണെങ്കിൽ നിത്യശിക്ഷയിൽ നിന്ന് മാത്രമല്ല കാലിക ശിക്ഷ പോലും അവിടെ നിന്ന് മോചനം ലഭിക്കുന്നുവെന്ന് സഭാ പഠനങ്ങൾ, പ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഉറക്കൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ഞാൻ ഇനി സഭ പറയുന്ന ആ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഒന്ന് വായിക്കാം. 1451 നമ്പറിൽ ഇങ്ങനെയാണ് പറയുന്നത്: അനുതാപിയുടെ പ്രവൃത്തികളിൽ മനസ്താപത്തിനാണ് 1-ാം സ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മനസ്താപം എന്നത് ആത്മാവിൻ്റെ ദുഃഖവും ചെയ്ത പാപത്തോടുള്ള വെറുപ്പും വീണ്ടും പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയുമാണ്. അപ്പം അനുതാപം പൂർണ്ണ അനുതാപമാകണമെങ്കിൽ, അനുതാപം യഥാർത്ഥ അനുതാപമാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അനുതാപത്തെ അനുതാപം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ?
അപ്പോൾ പറഞ്ഞു നമ്മൾ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1 ഈ ദുഃഖം, ആത്മാവിൻ്റെ ദുഃഖം. 2 പാപത്തോടുള്ള വെറുപ്പ്, പാപത്തോടുള്ള വെറുപ്പ്. 3 ഇനി പാപം ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം. ഇനി പാപം ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം. ഇത് 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കൂ? യഥാർത്ഥ മനസ്താപത്തെ മനസ്താപം എന്ന് വിളിക്കാൻ പറ്റൂ. യഥാർത്ഥ മനസ്താപം, പൂർണ്ണ മനസ്താപം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? 1-ാമത്തേത് ആത്മാവിൻ്റെ ദുഃഖം, 2-ാമത്തേത് പാപത്തോടുള്ള വെറുപ്പ്. പാപത്തോടുള്ള വെറുപ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാപത്തോടുള്ള വെറുപ്പ് അതിൻ്റെ അർത്ഥം എന്താ? ഈ പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏത് പാപം ചെയ്യുമ്പോഴും അതിനൊരു സുഖമുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ചെറിയ പാപമാണെങ്കിൽ വലിയ പാപമാണെങ്കിൽ, ഏത് പാപമാണെങ്കിലും പാപം ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. ഇപ്പോൾ മദ്യപാനം പാപമാണെന്നറിയാം, എന്നിട്ടും മദ്യപിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? മദ്യം നൽകുന്നൊരു സുഖമില്ലേ? ലഹരി, അല്ലെങ്കിൽ മദ്യത്തിലൂടെ കിട്ടുന്ന ലഹരി, അത് തരുന്നൊരു സുഖമുണ്ട്. വീടി വലിക്കുന്നത് അല്ലെങ്കിൽ പുക വലിക്കുന്നത് പാപമാണെന്നറിയാം, എന്നിട്ട് എന്താ ചെയ്യുന്നത്? അറിഞ്ഞിട്ടും ഒരു പാപമാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യണതിൻ്റെ കാരണം പാപം നൽകുന്നൊരു സുഖമുണ്ട്. ഏത് പാപത്തിൻ്റെ പ്രത്യേകിച്ച് ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാപങ്ങളുടെ പ്രത്യേകതയാണ് അതൊരു തരുന്നൊരു സുഖമുണ്ട്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ആ സുഖം ആസ്വദിച്ച് വ്യക്തി പാപം ചെയ്യുന്നു, ആ പാപസുഖം ആസ്വദിക്കുന്നു. എന്നാൽ ഒരിക്കൽ ഞാൻ ആസ്വദിച്ച് ചെയ്ത ആ പാപത്തോട് ഇനി മുതൽ എനിക്കുണ്ടാകേണ്ട വികാരം അറപ്പും വെറുപ്പുമായിരിക്കണം. ഒരിക്കൽ ഞാൻ ആസ്വദിച്ച് ചെയ്ത പാപത്തോട് എനിക്ക് ഇനി ഉണ്ടായിരിക്കേണ്ട ചിന്ത, വിചാരം എന്ന് പറയുന്നത് അറപ്പും വെറുപ്പുമായിരിക്കണം. അതാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്ന് പറയുന്നത്, അറപ്പോടെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. അത്ര നല്ല ഉദാഹരണമല്ല, എങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയണമെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം തൽക്കാലം ചിക്കൻ ബിരിയാണിയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വിചാരിച്ചു, ഞാൻ എനിക്കിഷ്ടമുള്ളത് വിചാരിച്ചു എന്നുള്ളൂ. ചിക്കൻ ബിരിയാണിയാണെന്ന് വിചാരിക്കും. ഒരു ദിവസം വീട്ടിൽ കുറേ ബിരിയാണി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴിച്ച് എവിടെയും വരിയായി, ഇവിടെയും വരിയായി, കഴുത്തൊപ്പമായി. ഇനിയിപ്പോൾ എനിക്ക് കുനിയാൻ വയ്യ, കുനിഞ്ഞു കഴിഞ്ഞാൽ പായക്കൂടെ ചാടും. അത്രയും കഴുത്തൊപ്പം ബിരിയാണി ചിക്കനൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പാകപ്പാടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ തെക്കുമുട്ട്, ശ്വാസം മുട്ട്, വീർപ്പുമുട്ട്, ഓക്കാനം വരാൻ തുടങ്ങി. ഓക്കാനം വന്നപ്പോൾ പെട്ടെന്ന് കുറേ മുറിയിൽ ഛർദ്ദിച്ചു, ബാക്കിയൊക്കെ പോയി വാഷ് ബേസിനിൽ ഛർദ്ദിച്ചു, വായ്ക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താ അവിടെ കിടപ്പുണ്ട്? ഛർദ്ദിച്ചത് അവിടെ കിടപ്പുണ്ട്. വാരി തിന്നോ? അത് ഞാൻ നല്ല ഉദാഹരണമല്ല, ആരംഭത്തിലേ പറഞ്ഞതുകൊണ്ടാണ്. വാരി തിന്നോ? 10 മിനിറ്റ് മുമ്പ് ആസ്വദിച്ച് കഴിച്ച അതേ ബിരിയാണിയാണ് കിടക്കണേ. ഇപ്പം അതിനോട് എന്താ തോന്നുന്നേ? നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? അന്ന് തോന്നുന്നത് പറയാം. എന്താ തോന്നുന്നേ? അറപ്പും വെറുപ്പും അല്ലേ? ഒരു അറപ്പല്ല തോന്നുന്നേ. അത് പറയുമ്പോൾ തന്നെ ചിലർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആകെ ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് ഇത് കഴിച്ച ആസ്വദിച്ച് കഴിച്ച അതേ ഭക്ഷണ പദാർത്ഥത്തോട് ഇപ്പം തോന്നുന്നു അറപ്പും വെറുപ്പും. എന്നതുപോലെ പാപത്തെ അറപ്പോടെ ഉപേക്ഷിക്കണം, പാപത്തെ വെറുപ്പോട് ഉപേക്ഷിക്കണം. അതാണ് 2-ാമത് പറയണത്, പാപത്തോടുള്ള വെറുപ്പ്. മനസ്താപം പൂർണ്ണമാകണമെങ്കിൽ പാപത്തോടുള്ള വെറുപ്പ്. 3-ാമത്തേതാണ് ഇനി ചെയ്യില്ല എന്നുള്ള തീരുമാനം. പാപം ഇനി ചെയ്യില്ല എന്നുള്ള തീരുമാനം. അതായത് ഇനി ഇത് ആവർത്തിക്കില്ല, ഈ പാപം ഇനി ഞാൻ വീണ്ടും ചെയ്യില്ല. ഈ തീരുമാനം അനുതാപത്തോടൊപ്പം ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. ഇത് 3 ഉണ്ടെങ്കിലേ പൂർണ്ണ അനുതാപം, പൂർണ്ണ പശ്ചാത്താപം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങളിൽ 2-ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അതായതുകൊണ്ട്, അഥവാ 1-ാം സ്ഥാനം അതിനായതുകൊണ്ട് നമ്മൾ അതൊന്ന് വിശദീകരിച്ചെന്നുള്ളൂ. അനുതാപം അഥവാ പശ്ചാത്താപം, അത് 2 തരമുണ്ട്. പൂർണ്ണ പശ്ചാത്താപമുണ്ട്, അപൂർണ്ണ പശ്ചാത്താപമുണ്ട്. പൂർണ്ണ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ആത്മാവിൻ്റെ ദുഃഖമാണ്. അപൂർണ്ണ പശ്ചാത്താപം എന്ന് വെച്ചാൽ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. രണ്ടും പശ്ചാത്താപം തന്നെ. ഇനി പൂർണ്ണ പശ്ചാത്താപം, അതിൽ 3 ഘടകങ്ങളുണ്ട്. 1 പാപത്തോടുള്ള ആത്മാവിലുള്ള ദുഃഖം, 2 പാപത്തോടുള്ള വെറുപ്പ്, 3 ഇനി പാപം ചെയ്യില്ല എന്നുള്ള തീരുമാനം. ഇത് 3ഉം ചേരുമ്പോൾ പൂർണ്ണ പശ്ചാത്താപമായിട്ട് മാറുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുക 1451, 52 നമ്പറുകളിലായിട്ട് നമ്മൾ ഈ CCCയിൽ ഇത് വായിക്കാൻ സാധിക്കും. ഇനി നമുക്ക് 5 നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങളിൽ 2-ാമത്തെ പറഞ്ഞു കഴിഞ്ഞു. 1-ാമത്തെ അവസാനം പറയാം. ഇച്ചിരി സമയം എടുക്കുക, അതുകൊണ്ടാണ് 1-ാമത്തെ അവസാനം പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. 3-ാമത്തെ കാര്യം എന്താ? 3-ാമത്തെ കാര്യം, നല്ല കുമ്പസാരം നടത്താൻ വേണ്ട 3-ാമത്തെ കാര്യം ഏതാണ്? പാപം ഇനി ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ. നമ്മൾ മനസ്താപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മനസ്താപം പൂർണ്ണമാകണമെങ്കിൽ 3 വ്യവസ്ഥകൾ വേണമെന്ന് പറഞ്ഞു. അതിൽ 3-ാമത്തെ വ്യവസ്ഥ എന്താണ്? ഇനി പാപം ചെയ്യില്ല എന്നുള്ള തീരുമാനം. അതായത് ഇത് രണ്ടും ഒരുമിച്ച് പോണ കാര്യമോ? യഥാർത്ഥ മനസ്താപത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി പാപം ചെയ്യില്ല, ആ ഒരു തീരുമാനം. നമ്മളിൽ പലരും എന്താ വിചാരിക്കണേ? ഞാൻ ചെയ്ത പാപം മൂലം എൻ്റെ ആത്മാവിൽ കുറേ കറ പിടിച്ചു, അതെല്ലാം പോയി ഒന്ന് കഴുകാൻ വൃത്തിയാക്കാം, ഒന്നെല്ലാം പോയി കഴുകാൻ വൃത്തിയാക്കാം, എന്നിട്ട് വീണ്ടും പോയി
വീണ്ടും പോയി പാപം ചെയ്യും. വീണ്ടും പോയി പാപം ചെയ്താൽ പിന്നെ അത് കുമ്പസാരമാകില്ല. വീണ്ടും പാപം ചെയ്യുക, വീണ്ടും പാപം തുടരുക എന്ന ഉദ്ദേശത്തോടെയാണ് കുമ്പസാരിക്കാൻ പോകുന്നതെങ്കിൽ അത് യഥാർത്ഥ കുമ്പസാരമാകില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തൊഴുത്തുണ്ട്, അതുപോലെ തന്നെ വലിയൊരു ചാണകക്കുഴിയുണ്ട്. ചാണകക്കുഴിയിൽ നിന്ന് ചാണകമൊക്കെ എടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ട് ഇടാണ്. ഒരു ദിവസം മുഴുവൻ നിന്ന പണി, ആ ശരീരം മുഴുവൻ ചാണകം അല്ലെങ്കിൽ ഗോമൂത്രമൊക്കെ നന്നായിട്ട് എൻ്റെ ദേഹത്തൊക്കെ ആയി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് കുളിച്ച് വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ട് കഴുകിയ ദുർഗന്ധമൊക്കെ, ശരീരത്തിൽ നിന്ന് ദുർഗന്ധമൊക്കെ കളയണം. എന്നിട്ടാണ് വീട്ടിലേക്ക് കയറുക. നേരെ മറിച്ച് നന്നായിട്ട് കുളിച്ചു, നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് ഒരു സോപ്പും കട്ട മുഴുവനും ദേഹത്തിട്ട് ഉരച്ച് കുളിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ചാണകുഴി ചാടാനാണ് പോണെങ്കിലോ? ചിലരുടെ കുമ്പസാരം അങ്ങനെയാണ്. ഇപ്പം എല്ലാം ഒന്ന് പോയി വൃത്തിയാക്കാം, വീണ്ടും പോയി ചെളിക്കുഴി ചാടാം, ഒന്ന് വൃത്തിയാക്കാം, വീണ്ടും പോയി ചെളിക്കുഴി ചാടാം. അതല്ല കുമ്പസാരം. ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് പാപം ചെയ്യാനുള്ള ലൈസൻസാണ് കുമ്പസാരമെന്ന്. പാപം കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്ന് കരുതി പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി കുമ്പസാരത്തെ ചിലർ വിചാരിക്കും. ചിലപ്പോൾ നമ്മളെക്കുറിച്ച്, ക്രൈസ്തവരെക്കുറിച്ച് മറ്റ് ചിലരെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തത് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്ത് പാപം വേണമെങ്കിലും ചെയ്യാലോ, കാരണം നിങ്ങൾക്ക് കുമ്പസാരിച്ചൊക്കെ മോചനം കിട്ടില്ലേ. നിങ്ങൾക്ക് എന്ത് പാപം വേണമെങ്കിലും ചെയ്യാലോ, നിങ്ങൾക്ക് കുമ്പസാരിച്ച മോചനം കിട്ടില്ലേ. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കുമ്പസാരം. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കുമ്പസാരിക്കാൻ ഒരുങ്ങുന്നൊരു വ്യക്തി ഒപ്പം എടുക്കേണ്ട തീരുമാനമാണ് ഇനി പാപം ചെയ്യില്ല. ഇന്നലെ വരെ പാപം ചെയ്തു കർത്താവേ, ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ട്, പക്ഷേ ഇനി ഈ നിമിഷം തൊട്ട് നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഇനി മുതൽ ഞാൻ പാപം ചെയ്യില്ല. നമ്മളൊരു തീരുമാനം എടുത്തിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം. കുമ്പസാരിക്ക് മുമ്പ് തന്നെ ഇത് അനുതാപത്തോടൊപ്പം പോകുന്നൊരു കാര്യമാണ്, പശ്ചാത്താപത്തോടൊപ്പം പോകുന്നൊരു കാര്യമാണ്. ഉറച്ച തീരുമാനം എടുക്കണം, ഉറച്ച തീരുമാനം. അല്ലാതെ ഇന്നലെ ചെയ്ത, ഇന്ന് വരെ ഈ നിമിഷം വരെ ചെയ്ത പാപം ഇനിയും തുടരാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ, ഇനി അത് ഉപേക്ഷിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, അത് തുടരാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ കുമ്പസാരിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ 50 നൊയമ്പിന് 50 ദിവസം നൊയമ്പെടുത്തു. ഒരു ചേട്ടൻ 50 ദിവസം നൊയമ്പെടുക്കുകയാണ്. ഇറച്ചി, മീൻ, മുട്ട, നോൺ വെജിനൊക്കെ നോമ്പെടുത്തു. അപ്പോൾ ഈ ചേട്ടൻ വല്ലപ്പോഴൊക്കെ മദ്യപിക്കുന്ന ആളാണ്. അതുകൊണ്ട് മദ്യത്തിനും കൂടെ നോമ്പെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം, മദ്യത്തിനും കൂടെ നോമ്പെടുത്ത് 50 ദിവസം മദ്യം തൊട്ടിട്ടില്ല. 50 ദിവസത്തെ നൊയമ്പൊക്കെ കഴിഞ്ഞ് ഇനി ഈസ്റ്ററിന് നൊയമ്പ് വീടണമല്ലോ. നൊയമ്പ് വീടാൻ വേണ്ടി ഇറച്ചി, മീനും, മുട്ടയൊക്കെ വാങ്ങി എന്താ പറയുക ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ എന്തിനേയും കൂടെ നോമ്പ് വീടണം. അയ്യോ, അത് വീടാണ്ട് പറ്റില്ലല്ലോ. എന്താണ് അപ്പോൾ അതിനുള്ള ആ നോമ്പും കൂടെ വീടാൻ വേണ്ടി ഒരു കുപ്പി മദ്യവും വാങ്ങി അലമാരി കൊണ്ട് വെച്ചിട്ട് ഉയർപ്പ് ഞായറിന് 2-3 ദിവസം മുമ്പ്, പെസഹ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ദിവസം വന്ന് കുമ്പസാരത്തിൽ എല്ലാ പാപവും ഏറ്റു പറഞ്ഞാൽ പാപമോചനം കിട്ടോ ഇല്ലയോ? നാളെ ചെയ്യാൻ വേണ്ട പാപത്തിന്, നാളെ ചെയ്യാൻ പോകുന്ന പാപത്തിന് ഇന്നേ ഒരുക്കങ്ങളൊക്കെ നടത്തി വെച്ചിട്ട് ഞാൻ പോയി കുമ്പസാരിച്ച പാപമോചനം കിട്ടുമോ? കിട്ടില്ല. എനിക്ക് അരുതാത്തൊരു ബന്ധമുണ്ട്, ഒരു വിവാഹേതര ബന്ധം അല്ലെങ്കിൽ വിവാഹപൂർവ്വ ബന്ധം. ആ ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു തീരുമാനമില്ല, അത് തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നിട്ട് ഞാൻ ഇന്ന് പോയി കുമ്പസാരിച്ച് എനിക്ക് പാപമോചനം കിട്ടുമോ? ഇല്ലയോ? കിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് കടുത്ത ഭിന്നതയിലാണ്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരുമായി, എൻ്റെ ചേച്ചി, ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ, അനിയത്തി, ഇവരുമായിട്ട് എനിക്ക് കടുത്ത വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ, ആരോടും ആകട്ടെ അവരോട് വെറുപ്പിലും വിദ്വേഷത്തിലുമാണ്. വർഷങ്ങളായി ഞാൻ മിണ്ടിയിട്ട് അനുരഞ്ജനപ്പെടാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. എന്നിട്ട് ഞാൻ ഇന്ന് പോയി കുമ്പസാരിച്ചാൽ എനിക്ക് പാപമോചനം കിട്ടുമോ? ഇല്ലയോ? ഇതാണ് എൻ്റെ പ്രശ്നം. കിട്ടില്ല. അനുരഞ്ജനപ്പെടാൻ ഒന്നാമത് ഈ കൂദാശയുടെ പേര് തന്നെ അനുരഞ്ജന കൂദാശ എന്നാണ്. കുമ്പസാരം എന്ന കൂദാശയുടെ മറ്റൊരു പേരാണ് അനുരഞ്ജനം. ആരുമായിട്ട്? ദൈവത്തോടുള്ള അനുരഞ്ജനം, സഭയോടുള്ള അനുരഞ്ജനം, സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം, പ്രകൃതിയുമായിട്ടുള്ള അനുരഞ്ജനം, ഞാൻ എന്നോട് തന്നെയുള്ള അനുരഞ്ജിപ്പിക്കപ്പെടുക, അനുരഞ്ജനം സാധ്യമാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ ഉദ്ദേശമില്ലാതെ, വെറുപ്പും പകയും വിദ്വേഷവും ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇതുവരെയുള്ളതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞേക്കാം, പക്ഷെ ഞാൻ പഴയ പോലെ പടി തന്നെ തുടരാനാണ് എനിക്ക് ഉദ്ദേശമെങ്കിൽ അങ്ങനെ പോയി കുമ്പസാരിച്ചാൽ പാപമോചനം കിട്ടുമോ? കിട്ടില്ല. അപ്പം നമ്മളിൽ പലരും ഒത്തിരി ആകുലപ്പെടുന്നൊരു വിഷയം ഇതാണ്. അതുപോലെ നമ്മൾ എത്ര വലിയ തീരുമാനം എടുത്താലും, ആത്മാർത്ഥമായിട്ട് തന്നെ തീരുമാനം എടുത്താലും, സത്യസന്ധമായിട്ട് തന്നെ തീരുമാനം എടുത്താലും, ചിലപ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയാലോ? അങ്ങനെ ഭയപ്പെടുന്നവരുണ്ടാകാം. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതായത് അങ്ങനെ തെറ്റിപ്പോയാൽ പിന്നെ മോചനം കിട്ടിയ പാവമൊക്കെ വീണ്ടും തലയിലേക്ക് തിരിച്ചു വരുമെന്നല്ല അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം നിർബന്ധമായും. ശരിക്കും ഓരോ പാപങ്ങളും ഓർത്ത് അനുദപിച്ച് ഒരുങ്ങുന്ന സമയത്ത് തന്നെ, കർത്താവേ ഈ നിമിഷം വരെ ഇതൊക്കെ പറ്റിപ്പോയി, പക്ഷേ ഇനി ചെയ്യില്ല കർത്താവേ,
കർത്താവിനെ ആശ്രയിക്കുന്നു, കർത്താവിൻ്റെ പ്രസാദവരം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രസാദവരം സ്വീകരിച്ചുകൊണ്ട് ഇനി പാപം ചെയ്യില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ, അതിൻ്റെ ഭാഗമാണ് പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കൽ. എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില വ്യക്തികളുണ്ടാകാം, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ടാകാം, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില വസ്തുക്കളുണ്ടാകാം, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകാം, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ടാകാം, ചില സ്ഥലങ്ങളുണ്ടാകാം. അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. ഒരു കൂട്ടുകെട്ട് എന്നെ മദ്യപാനത്തിലേക്ക് നയിക്കുമെങ്കിൽ ആ കൂട്ടുകെട്ടിലേക്ക് പോകരുത്. ഒരു കൂട്ടുകെട്ട് എന്നെ മാരക തിന്മ ചെയ്യാൻ അത് കാരണമാകുമെങ്കിൽ ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം. അവരെ വെറുക്കണം എന്നല്ലേ പറഞ്ഞത്, ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം. നമ്മൾ ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം. ആരെയും വെറുക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, എല്ലാവരും സ്നേഹിക്കാൻ, ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ വെറുക്കുക എന്നുള്ളതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന സൗഹൃദമാണെങ്കിൽ ആ ബന്ധം, ആ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചേ പറ്റൂ. ആ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്യും. ഇനി ചിലപ്പോൾ ചില വസ്തുക്കളാകും. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് പാപത്തിന് കാരണമാകുമെങ്കിൽ ഉപേക്ഷിക്കാതെ വേറെ നിവൃത്തിയില്ല. പാപ സാഹചര്യത്തിൽ പാപ വസ്തുവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി പാപം ചെയ്യില്ല എന്ന എൻ്റെ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നുള്ള ഒരു തീരുമാനം. ആ തീരുമാനം എടുക്കുക. നമ്മളെടുക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ കൃപ ചൊരിയപ്പെടും. ഒരു തീരുമാനം എടുത്തു നോക്കിയേ, കർത്താവേ സംഭവിച്ചു പോയി, ഇന്ന് ഈ നിമിഷം വരെ ഇന്നതൊക്കെ വീഴ്ചകളൊക്കെ പറ്റിപ്പോയി, പക്ഷെ ഞാനിത് ഉറച്ച തീരുമാനം എടുക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണം, ഇനി ഞാൻ പാപം ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല. നീ എന്തുമാത്രം ഉറപ്പോടെ തമ്പുരാനിൽ ആശ്രയിച്ച് തീരുമാനം എടുക്കുന്നോ അത്രയും ആ തീരുമാനം ബ്ലെസ് ചെയ്യപ്പെടും. ആ തീരുമാനത്തിൻ്റെ മേൽ കൃപ ചൊരിയപ്പെടും. ആ തീരുമാനത്തിൻ്റെ മേൽ കൃപ ചൊരിയപ്പെടും. പലപ്പോഴും ഈ തീരുമാനം എടുക്കാതെ പോയി കുമ്പസാരിക്കുന്നതുകൊണ്ടാണ് ഏറ്റുപറഞ്ഞ അതേ പാപം തന്നെ വീണ്ടും അടുത്ത കുമ്പസാരത്തിലും പറയേണ്ടി വരുന്നത്. കാരണം നമ്മൾ വീണ്ടും പോയി അതേ പാപം തന്നെ പോയി ചെയ്യുക. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാം, ഹാലേലൂയാം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹാലേലൂയാം. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹാലേലൂയാം. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹാലേലൂയാം, ഹാലേലൂയാം, ഹാലേലൂയാം. ഇനി നാലാമത്തേത്, നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ. നാലാമത്തേത് എന്താണ്? 5 കാര്യം. നാലാമത്, ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനോട് ഏറ്റുപറയുന്നത്. ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനോട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാരകപാപം മാത്രം പറഞ്ഞാൽ മതി എന്നാണോ? ആണോ? അല്ല, ഒരിക്കലും അതല്ല അതിൻ്റെ അർത്ഥം. മാരകപാപം എന്തായാലും പറയണം, മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിനെക്കുറിച്ച് സഭയുടെ പഠനം എന്താ, പ്രബോധനം എന്താ? നമ്മളത് കാണുക 1458 നമ്പറിലാണ്. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ സഭ താല്പര്യപൂർവ്വം ഉപദേശിക്കുന്നു. ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ സഭ താല്പര്യപൂർവ്വം ഉപദേശിക്കുന്നു. ആ നമ്പറിൽ തന്നെ ഈ ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന, ലഘുപാപം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധ കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടൊക്കെ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ, ശ്രദ്ധ കുറവ് കൊണ്ട് സംഭവിക്കുന്ന വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവിക പരിശുദ്ധിയുടെ മുൻപിൽ അതിനും പ്രാധാന്യമുണ്ട്. അഥവാ അതും നമ്മൾ ഏറ്റുപറയേണ്ട കാര്യം തന്നെയാണ്. ദൈവിക പരിശുദ്ധിയോട് ചേർന്ന് പോകാത്തതൊക്കെ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. അപ്പോൾ ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചാൽ, അതും കൂടെ കുമ്പസാരം നടത്തിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് 1458 നമ്പറിൽ സഭ പഠിപ്പിക്കുന്നു. പ്രധാനമായ 5 കാര്യങ്ങളാണ്. 1, മനസാക്ഷി രൂപപ്പെടാൻ സഹായിക്കും. മനസാക്ഷി, ഒരു നിർമ്മലമായ മനസാക്ഷി, നിഷ്കളങ്കമായ മനസാക്ഷി, ശുദ്ധ മനസാക്ഷി. നല്ലൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് പാപം അത് വളരെ സെൻസിറ്റീവായിരിക്കും. അതായത് നമുക്ക് ചെറിയ പാപം പോലും നമ്മളെ വേദനിപ്പിക്കും. പക്ഷെ മനസാക്ഷി കട്ടിയുള്ളതായാലോ മാരക പാപം ചെയ്താലും നമുക്ക് ഒരു കുഴപ്പം തോന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാലിന് താഴെ നമ്മുടെ കാലിൻ്റെ അടിവശം ഉപ്പൂറ്റി നല്ല തയമ്പുണ്ടാവില്ല, നടന്ന് സാമാന്യം നല്ല കട്ടി തയമ്പൊക്കെ ഉണ്ടാവും. ഒരു ബ്ലേഡ് കൊണ്ട് പതുക്കെ ഒന്ന് വരഞ്ഞാൽ കുഴപ്പമുണ്ടോ? ചിലരുടെ കാലിൽ എത്ര പതുക്കെ വരഞ്ഞാലും മുറിയും. ഒരു ഇച്ചിരി പഴമക്കാരൊക്കെ നന്നായിട്ട് നടന്നും പ്രകൃതിയോട് മല്ലിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലിലൊക്കെ നല്ല തയമ്പുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരുടെ കാലിൽ ഇപ്പോൾ ബ്ലേഡ് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നല്ല കട്ടി തയമ്പുണ്ട്. എന്നാൽ അതേ ബ്ലേഡ് കൊണ്ട് ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണിയിലൊന്ന് വരഞ്ഞാലോ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവണം അല്ലേ? നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. എന്നതുപോലെ ശുദ്ധ മനസാക്ഷി, നിർമ്മല മനസാക്ഷി, നിഷ്കളങ്ക മനസാക്ഷിയാണെങ്കിൽ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നത് പോലും നമുക്ക് വലിയ വേദനയായിരിക്കും. എന്തുകൊണ്ട് ഈ വിശുദ്ധർ കൂടെ കുമ്പസാരിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ
ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നു, ആഴ്ചയിൽ ഒരു ദിവസം കുറേ സമയമെടുത്ത് അദ്ദേഹം ഒരുങ്ങും. ആഴ്ചയിൽ ഒരു ദിവസം കുറേ സമയമെടുത്ത് ഒരുങ്ങും, എന്നിട്ട് കുമ്പസാരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹം കുമ്പസാരിച്ചിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. വിശുദ്ധ മദർ തെരേസായെ കുറിച്ച് പറയുന്നു, ഒന്നിടാടം കുമ്പസാരിച്ചിരുന്നു എന്ന്. വിശുദ്ധ ഡൊമിനിക് സാവിയെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്നു എന്ന്. എന്തതിൻ്റെ കാരണം? ഇങ്ങനെ കൂടെ കുമ്പസാരിക്കുമ്പോൾ അവരെന്തൊക്കെയോ മാരകപാപങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്? അല്ല, ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നു. നമുക്കൊന്നും ഒരിക്കലും ഇത് പാപമായിട്ട് പോലും തോന്നണമെന്നില്ല. പക്ഷെ അവരെപ്പോഴും താരതമ്യം ചെയ്തിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുമായിട്ടാണ്. ദൈവിക പരിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വന്തം ആത്മാവിൻ്റെ അവസ്ഥ അവർക്ക് വെളിപ്പെട്ട് കിട്ടാണ്. ഞാൻ ഇതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, ഇത്രയും കുറവുകളുണ്ട്. അപ്പോൾ ഏറ്റവും ലഘുവായ പാപങ്ങൾ പോലും, ഏറ്റവും നിസ്സാരമെന്ന് പറയാവുന്ന കാര്യങ്ങൾ പോലും പാപിയാണെന്നുള്ള ഉറച്ച അവബോധത്തിൽ, ഞാൻ മാരക പാപിയാണ്, ഭീകര പാപിയാണെന്ന് ഒരു ബോധ്യത്തോടുകൂടെ അവർ തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞിരുന്നു. കാരണം അത്ര നിഷ്കളങ്ക മനസാക്ഷിയാണത്, നിർമ്മല മനസാക്ഷിയാണത്. ഇപ്പോൾ ഒരു നിഷ്കളങ്കമായ മനസാക്ഷി, നിർമ്മല മനസാക്ഷി രൂപപ്പെടാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുക ലഘുപാപങ്ങൾ പോലും ഏറ്റു പറഞ്ഞുള്ള കുമ്പസാരമാണ്. കൂടെ കുമ്പസാരിക്കുക. ഒരു വർഷം എത്തിയിട്ട് 2 വർഷം എത്തിയിട്ട് ഒന്നല്ല കുമ്പസാരിക്കേണ്ടത്. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കുക. ആഴ്ചയിൽ 1, 2, 3 തവണയൊക്കെ കുമ്പസാരിക്കുന്നവരുണ്ട്. ഇനി അത്രയും നമുക്ക് പറ്റിയില്ലേ പോലും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കുക. അതിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നേ. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൂടെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടെ ഒരു കുമ്പസാരം നടത്താൻ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. കൂടെ കുമ്പസാരിക്കാനൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ അനുഗ്രഹം പറയുന്നത്, മനസാക്ഷി രൂപപ്പെടാൻ സഹായിക്കും. 2, തിന്മ നിറഞ്ഞ പ്രവണതകളോട് പൊരുതാനുള്ള ശക്തി. തിന്മ നിറഞ്ഞ പ്രവണതകളോട് പൊരുതാനുള്ള ശക്തി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ്, ചെറിയ പ്രലോഭനം വരുമ്പോഴേക്കും വീണു പോവാണ്. ചെറിയൊരു പ്രലോഭനം, കൊച്ചു പ്രലോഭനം മതി മൂക്കുകുത്തി താഴെ വീഴാൻ. എന്താ അതിൻ്റെ കാരണം? ഈ പ്രലോഭനത്തെ പ്രതിരോധിക്കാൻ വേണ്ട ശക്തിയില്ല. പിശാച് ഒരു ചെറിയ കെണി വെച്ചാൽ മതി, അതിൽ പോയി ചാടി വീഴും. ചെറിയൊരു പ്രലോഭനം മതി, അതിൽ പോയി വീഴാൻ. എന്താ അതിൻ്റെ കാരണം? പ്രതിരോധ ശക്തിയില്ല. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് പവർ ഉണ്ടെങ്കിൽ, ഈ അന്തരീക്ഷത്തിലെ രോഗാണുക്കളും കീടാണുക്കളും ഫംഗസും വൈറസും നമ്മളെ ബാധിക്കാതെ ശരീരം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അഥവാ ശരീരത്തിന് പ്രതിരോധശേഷിയുണ്ട്. നേരെ മറിച്ച് ശരീരത്തിന് പ്രതിരോധശേഷി ഇല്ലെങ്കിലും പെട്ടെന്ന് നമ്മൾ രോഗികളായിട്ട് മാറും, പെട്ടെന്ന് രോഗം വരും. എന്നതുപോലെ തന്നെ ആത്മാവിന് വേണ്ട കരുത്തും ബലവും ഉണ്ടെങ്കിൽ പിശാചിനെയും പ്രലോഭനങ്ങളെയും ചെറുത്ത് നിൽക്കാൻ പറ്റും. നേരെ മറിച്ച് ആത്മാവിന് കരുത്തില്ലെങ്കിലോ ബലമില്ലെങ്കിലോ ശക്തിയില്ലെങ്കിലോ പ്രതിരോധശേഷി ഇല്ലെങ്കിലോ ചെറിയൊരു പ്രലോഭനം വരുമ്പോഴേക്കും മൂക്കുത്തി താഴെ വീഴും. എന്ന് വെച്ചാൽ കൊച്ചു പ്രലോഭനം മതി പോയി പാപം ചെയ്യാനായിട്ട്, നിസ്സാര കാര്യങ്ങൾ മതി പെട്ടെന്ന് പോയി മാരക പാപത്തിലൊക്കെ വീഴാനായിട്ടും. അപ്പോൾ കൂടെ കുമ്പസാരിക്കുന്നൊരു വ്യക്തി, ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ കരുത്ത്, പ്രതിരോധ ശക്തി അഥവാ തിന്മയോട് പടപൊരുതാൻ വേണ്ട കരുത്ത് ലഭിക്കുമെന്നാണ് രണ്ടാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത്. മൂന്നാമതായി മതബോധന ഗ്രന്ഥം പറയുന്നു, ക്രിസ്തുവിനെ നമ്മെ സുഖപ്പെടുത്താൻ നമ്മൾ അനുവദിക്കുകയാണ്. അതായത് ഈശോയാണ് സുഖപ്പെടുത്തുന്നത്. എൻ്റെ ആത്മാവിന് ഈശോയുടെ മുന്നിൽ ഞാൻ തുറന്നു വയ്ക്കുകയാണ്. ഈശോയ്ക്ക് അപ്പോൾ പൂർണ്ണമായിട്ടും എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുകയാണ്. ഒരു രോഗി തൻ്റെ രോഗാവസ്ഥ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഡോക്ടറോട് ഏറ്റു പറയുമ്പോൾ തൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ, തൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഡോക്ടർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകുന്നു, കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കും. എന്നതുപോലെ തന്നെ ആത്മാവിൻ്റെ അവസ്ഥ ഇത് ഒരു വൈദികനിലൂടെ ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി അനുതാപി ആത്മാവിൻ്റെ അവസ്ഥ തുറന്നു വയ്ക്കുകയാണ്. അതാണ് ലഘുപാപങ്ങൾ പോലെ ഏറ്റു പറയുമ്പോൾ, അങ്ങനെ ആത്മാവിനെ തുറന്നു വയ്ക്കുമ്പോൾ ഇതാ കർത്താവിന് പൂർണ്ണമായി നമ്മളെ സുഖപ്പെടുത്താൻ നമ്മൾ അനുവദിക്കുകയാണ്. അതെന്തിനാ? നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റില്ലേ? നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ നമ്മളെ സുഖപ്പെടുത്താൻ കർത്താവിന് പറ്റില്ലേ? ആത്മാവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കണേ, പറ്റുമോ ഇല്ലയോ? ഞാൻ അനുവദിക്കാതെ എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്താൻ കർത്താവിന് സാധിക്കുമോ ഇല്ലയോ? സാധിക്കില്ല. ഞാൻ അനുവദിച്ചാലേ പറ്റുള്ളൂ. അഗസ്തീനോസ് പുണ്യവാളൻ, കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതരിൽ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന വേദപാരംഗതനാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, അതായത് നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അതായത് നമ്മളെ സൃഷ്ടിക്കാൻ നമ്മുടെ ആരുടെ അനുവാദം കർത്താവ് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ അനുവാദം കർത്താവിന് വേണം. നമ്മളെ അനുവദിക്കാതെ നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. സ്വർഗവും നരകവും നമ്മുടെ മുന്നിലുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. സ്വർഗം വേണമെങ്കിൽ സ്വർഗം തിരഞ്ഞെടുത്തു, ഇവിടെ വെച്ച് ഭൂമിയിൽ വെച്ച് തിരഞ്ഞെടുക്കണം. മരിച്ചതിന് ശേഷം പിന്നെ തിരഞ്ഞെടുപ്പൊന്നുമില്ല. ഇവിടെ വെച്ച് തിരഞ്ഞെടുത്ത് എന്തോ അതവിടെ കൊല്ലുമ്പോൾ കിട്ടും, മരിച്ചതിന് ശേഷം കിട്ടും. മരണം ഒരു വാതിലാണ്, ആ വാതിൽ എങ്ങോട്ട് തുറക്കണമെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കാം. സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം എന്നൊക്കെ ഇവിടെ വെച്ച് തീരുമാനിക്കാം. നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, മരണത്തിനപ്പുറത്ത് രണ്ടേ ഓപ്ഷനേ ഉള്ളൂ. അത് ഇവിടെ വെച്ച് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. സ്വർഗമുണ്ട് മുൻപിൽ, നരകമുണ്ട് മുൻപിൽ, ജീവനുണ്ട് മുൻപിൽ, മരണമുണ്ട് മുൻപിൽ. ദൈവത്തിന് ഇതാ നമ്മുടെ മുൻപിൽ ഇതാ ജീവൻ വെച്ച് തന്നിരിക്കുന്നു, സ്വർഗം വെച്ച് തന്നിരിക്കുന്നു, നിത്യരക്ഷ വെച്ച് തന്നിരിക്കുന്നു. അത് സ്വീകരിക്കാൻ കർത്താവ് നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്.
അതുകൊണ്ടാണ് ആത്മാവിൻ്റെ അവസ്ഥ പൂർണ്ണമായി നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മളെ സുഖപ്പെടുത്താൻ നമ്മൾ അനുവദിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് മൂന്നാമത്തെ. നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലെ വളർച്ച. ആത്മീയമായി വളരണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയിൽ വളരണം, കൃപയിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, നന്മയിൽ വളരണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ ഒരു തുറന്ന കുമ്പസാരം നടത്തിയാൽ അത് നമ്മളെ സഹായിക്കുമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ അനുഗ്രഹം, നമ്മൾ കരുണയുള്ളവരായിട്ട് മാറും. കരുണ, കാരണം നിരന്തരം കരുണ സ്വീകരിച്ച് നമ്മൾ കരുണയുള്ളവരായിട്ട് മാറും. കുമ്പസാരത്തിൽ പാപം ഏറ്റു പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് എന്താ? സൗജന്യമായ കരുണ സ്വീകരിക്കുക. സൗജന്യമാണ്, ഫ്രീ ആയിട്ട് കർത്താവ് തരെയാണ്. ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് നമ്മിലേക്ക് ഒഴുകാണ്. അപ്പോൾ ആ കരുണ സ്വീകരിച്ച് നമ്മൾ കരുണയുള്ളവരായിട്ട് മാറും. പലപ്പോഴും പറയാറുണ്ട്, ഈ കുമ്പസാരത്തിൽ തന്നെ ചിലപ്പോൾ വിഷമത്തോടെ പറയാറുണ്ട്, ഞാൻ എന്താണാവും ഇങ്ങനെ, എനിക്ക് എന്താണ് എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു, ഞാൻ കാരണം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒത്തിരി വിഷമം ഉണ്ടാകുന്നുണ്ട്, ഞാൻ കാരണം എൻ്റെ മക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്കറിയാതെ പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഉള്ളിൽ കരുണ നിറയട്ടെ, എന്നാലല്ലേ കരുണ ഒഴുകുള്ളൂ. എൻ്റെ ഉള്ളിൽ എന്ത് നിറഞ്ഞോ അതല്ലേ പുറത്തേക്ക് ഒഴുകുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിർമ്മല മനസാക്ഷി രൂപപ്പെടാൻ, എൻ്റെ ഉള്ളിൽ ദൈവ കരുണ നിറയാൻ, എല്ലാവരോടും കരുണയോടും അനുകമ്പയോടും സ്നേഹത്തോടും കൂടെ പെരുമാറാൻ എൻ്റെ ഉള്ളിൽ ദൈവകരുണയും ദൈവസ്നേഹം നിറയണമെങ്കിൽ ഈ നിരന്തരം കൂടെയുള്ള കുമ്പസാരം, പ്രത്യേകിച്ച് ഈ ലഘുപാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞുള്ള കുമ്പസാരം നമ്മളെ സഹായിക്കും. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഈ ലഘുപാപങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി മാരകപാപങ്ങളുടെ വശത്തേക്ക് വരാം. മാരകപാപം നമ്മൾ ഏറ്റുപറയാതെ കുമ്പസാരിച്ചാൽ എന്താ സംഭവിക്കുക? ഒരാൾ പാപം മനഃപൂർവ്വം മറച്ചു വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? പാപമോചനം കിട്ടുമോ? അതായത് ഞാൻ കുമ്പസാരത്തിന് ഒരുങ്ങുന്ന സമയത്ത് എനിക്കൊരു 100 പാപങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഒരു കടലാസിലൊക്കെ എഴുതിയൊക്കെ ഒരുങ്ങിപ്പോയി കുമ്പസാരിച്ചു. അപ്പോൾ 100-ൽ 99 പാപവും പറഞ്ഞു, ഒരെണ്ണം മനഃപൂർവ്വം പറഞ്ഞില്ല. ഒരുപക്ഷെ പേടി കാരണമാകാം, അല്ലെങ്കിൽ ലജ്ജ കാരണമാകാം. പറഞ്ഞാൽ അത് കേൾക്കുന്ന അച്ഛൻ എന്ത് വിചാരിക്കും എന്നൊക്കെ, അല്ലെങ്കിൽ പരിചയമുള്ള അച്ഛനാണ്, അച്ഛൻ എന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു മാരകപാപം മനഃപൂർവ്വം പറഞ്ഞില്ല. അങ്ങനെ മനഃപൂർവ്വം പാപം മറച്ചു വെച്ചാൽ ആ പാപത്തിന് മോചനം കിട്ടോ ഇല്ലയോ? കിട്ടില്ല. ഓക്കെ. ഇനി പറഞ്ഞ 99 പാപത്തിന് മോചനം കിട്ടുമോ? ഞാൻ 99 പറഞ്ഞല്ലോ, അതിന് മോചനം കിട്ടുമോ? കിട്ടില്ല. മനഃപൂർവ്വം മറച്ചു വെച്ച പാപത്തിന് മോചനം കിട്ടുന്നില്ല. ഇതാ പറഞ്ഞ ബാക്കിയുള്ളതിനും മോചനം കിട്ടുന്നില്ല. എന്ന് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ് ആ പ്രശ്നം? കുമ്പസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് എത്ര പാപം ഉണ്ടായിരുന്നു? 100 പാപങ്ങൾ. എഴുന്നേറ്റ് പോരുമ്പോഴോ 101 പാപം. ഏതാണ് 101ാമത്തെ പാപം? കൗദാശിക നിന്ന കള്ളക്കുമ്പസാരം. അത് തന്നെ, കൗദാശിക നിന്ന എന്ന് പറയും. കള്ളക്കുമ്പസാരം നടത്തി. ഇതാണ് മനഃപൂർവ്വം പാപം മറച്ചു വെച്ചാലുള്ള കുഴപ്പം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ അറിയാൻ പാടില്ലാത്തൊന്നും ഇതിലിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിൽ ഭൂരിപക്ഷം പേർക്ക് അറിയാത്തൊരു കാര്യം ഇനി പറയാം. അതായത് നമ്മൾ മനഃപൂർവ്വമല്ല, വിട്ടുപോയതാ, മറന്നുപോയതാ, അറിയാതെ മറന്നുപോയതാ. അങ്ങനെയാണെങ്കിൽ പാപമോചനം കിട്ടുമോ? 100 പാപങ്ങൾ എല്ലാം ഒരുങ്ങിയൊക്കെ പോയി, പക്ഷേ മറന്നുപോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ പാപം ഏറ്റുപറയാൻ മറന്നുപോയി, വിട്ടുപോയി, മറന്നതാണ്, മനഃപൂർവ്വമല്ല. അങ്ങനെയാണെങ്കിൽ പാപമോചനം കിട്ടോ ഇല്ലയോ? കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കണേ. മറന്നുപോയതല്ലേ, എൻ്റെ വിചാരവും പാപമോചനം കിട്ടുമെന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ മറന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഞാൻ മറന്നേ? ഞാൻ ഒരുങ്ങാത്തത് കൊണ്ടാണ് മറന്നതെങ്കിലോ? ഞാൻ ഒരുങ്ങിയില്ല, അതുകൊണ്ടാണ് മറന്നു. ശരിക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി സമയമെടുത്ത് കുമ്പസാരിക്കാൻ ഒരുങ്ങി പോയിരുന്നെങ്കിൽ ഞാൻ മറക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരുങ്ങിയില്ല. ഇപ്പോൾ പള്ളിയിൽ പോയ സമയത്ത് അവിടെ കുറേ ആൾക്കാർ വരിയിൽ കണ്ടു, അച്ഛൻ കുമ്പസാരക്കൂടിലൊക്കെ ഉണ്ട്, ഇരിപ്പുണ്ട്, എന്നാൽ പോയി ഇന്ന് കുമ്പസാരിച്ചേക്കാം. അവിടെ നിന്നു. അന്നേരം ഓർമ്മ വന്നൊരു 5-6 പാവമൊക്കെ പറഞ്ഞു, എഴുന്നേറ്റ് പോന്നു. ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയതല്ലേ. അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരുങ്ങാനുള്ള ഉത്തരവാദിത്തം. നമുക്കൊരു കടമയുണ്ട്, ഒരുങ്ങാനുള്ള കടമ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ഉഴപ്പി പഠിച്ച് പരീക്ഷ എഴുതി തോറ്റു. ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ വ്യക്തി ആയാലും ഉത്തരവാദിയാണ്. കാരണം കഴിവുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മശക്തി എല്ലാം ഉണ്ട്. എന്നിട്ട് ഉഴപ്പി എന്നത് ആളുടെ ഉത്തരവാദിത്വമാണ്. നേരെ മറിച്ച് ഒരു പാവം കുട്ടി, അതിന് എത്ര പരിശ്രമിച്ചാലും അതിനൊന്നും ഓർക്കാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. എങ്കിലും അത് തലകുത്തി നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷെ അപ്പോഴും അതിന് മാർക്ക് തീരെ കുറഞ്ഞു, അല്ലെങ്കിൽ തോറ്റുപോയി. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ശരിക്കും സമയമെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഞാൻ മറന്നുപോയതല്ലേ, എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ, അങ്ങനെ എക്സ്ക്യൂസ് പറയരുത്.
പറയരുതെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയരുതെന്ന്. നമ്മളങ്ങനെ വിചാരിക്കരുത്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരുങ്ങാനുള്ള ഉത്തരവാദിത്വം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പാപമോചനം തരാൻ കർത്താവ് എന്തോരം കഷ്ടപ്പെട്ടു. നമുക്ക് പാപമോചനം തരാൻ കർത്താവിന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒറ്റ ആശീർവാദം കൊണ്ട് പാപമോചനം തരാൻ പറ്റില്ലേ? ഒറ്റ ആശീർവാദം പോരെ പാപമോചനം കിട്ടാൻ? ഈ പ്രപഞ്ചം ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ലേ? തൻ്റെ അങ്കുലീ ചലനം കൊണ്ട് പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്ന കർത്താവിന് ഒറ്റ ആശീർവാദം കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ കർത്താവ് ഇത്രയും പങ്കപ്പാടൊക്കെ സഹിച്ച്, പാടുപീഡകളേറ്റ്, സഹിച്ച് കുരിശിൽ മരിച്ച്? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപമോചനം നൽകി ഇത്രയും സഹിച്ച്, അത് പാപത്തിൻ്റെ ഭീകരത അത്ര വലുതാ. മനുഷ്യ വംശം മുഴുവനും ചെയ്തു കൂട്ടിയ സകല പാപത്തിൻ്റെ സകല ശിക്ഷയും സകല ദുരിതഫലങ്ങളും സ്വന്തം ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ ഏറ്റുവാങ്ങി ബലിയായി മാറാൻ കർത്താവ് ഒരുപാട് വേദന സഹിച്ചു. ഇതിൻ്റെ 100,000 കോടിയിൽ ഒരു അംശം പോലും നമ്മൾ സഹിക്കേണ്ടതില്ല ഈ പാപമോചനം സ്വീകരിക്കാൻ. അതുപോലും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ കഷ്ടമല്ലേ? അതായത് ഒന്ന് ഒരുങ്ങണമെന്നേ, ശരിക്കും സമയമെടുത്ത് ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ച് ഒരല്പം. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാവയെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, മണിക്കൂറുകൾ അദ്ദേഹം ഒരുങ്ങുമായിരുന്നു ഒരു ആത്മപരിശോധന. മണിക്കൂറുകൾ ആത്മപരിശോധന നടത്തിയിട്ടാണ് ഒരു കുമ്പസാരം ചിലപ്പോൾ കുറച്ച് നേരം എടുക്കുകയുള്ളൂ, പക്ഷെ മണിക്കൂറുകൾ ആത്മപരിശോധന നടത്തും. എൻ്റെ ആത്മാവിൽ എവിടെയെങ്കിലും ഒരു പാപത്തിൻ്റെ കറ ഉണ്ടോ ഇല്ലയോ, അത് ആത്മപരിശോധന നടത്തി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും പ്രമാണങ്ങളും ഒക്കെ ഇങ്ങനെ ആത്മപരിശോധന നടത്തി എന്നിട്ട് പോയി കുമ്പസാരിക്കുക. നമ്മൾ അങ്ങനെ ഒരുങ്ങി കുമ്പസാരിക്കാറുണ്ടോ? ഞാൻ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, ഈ 5 കാര്യങ്ങൾ 5ഉം പ്രധാനപ്പെട്ടതാണ്. ഇത് 5ഉം അതിൻ്റെ തികവിലും പൂർണ്ണതയിലും ചെയ്യുമ്പോഴാണ് കൗദാശിക പ്രസാദവരം അതിൻ്റെ പൂർണ്ണതയിൽ കുമ്പസാരത്തിലൂടെ കിട്ടേണ്ട മുഴുവൻ അനുഗ്രഹവും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ എല്ലാ തികവോടും തന്നെ നമ്മൾ ചെയ്യണമെന്ന്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരുക്കമാണ്. ഈ ഒരുക്കം ശരിക്കും ഒരുങ്ങണം. ഒന്നും വിട്ടുപോകാതിരിക്കാൻ, മറന്നു പോകാതിരിക്കാൻ, ഓർമ്മ വരുന്നതൊക്കെ ഒരു കടലാസിൽ എഴുതി തന്നെ ഒരുങ്ങാനായിട്ട് തയ്യാറാവുക. അങ്ങനെ എഴുതി ഒരുങ്ങിപ്പോയി കുമ്പസാരിക്കുക. ഇനി നമ്മളിതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ മറന്നു പോകാം, അത് തമ്പുരാൻ്റെ കരുണയ്ക്ക് വിടാം, ഈശോ അത് ക്ഷമിച്ചോളൂ. പക്ഷെ നമ്മൾ ഒരുങ്ങാതെ പോയി കുമ്പസാരിച്ചിട്ട് അയ്യോ അതിപ്പോൾ ഞാൻ മറന്നുപോയതല്ലേ, അങ്ങനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത്, ജസ്റ്റിഫൈ ചെയ്യരുത്. നമ്മളാലാകും വിധത്തിലൊക്കെ ഒരുങ്ങണം, ഓർക്കാൻ പറ്റുന്നതൊക്കെ ഓർക്കാൻ ശ്രമിക്കണം. അതിന് വേണ്ടുന്ന കുമ്പസാര സഹായി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഒത്തിരി കിട്ടും, അല്ലെങ്കിൽ ലീഫ്ലെറ്റുകൾ കിട്ടും. ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചും ഒരുങ്ങിയും തയ്യാറെടുത്തും നമ്മൾ ശരിക്കും പോയി കുമ്പസാരിക്കണം. ഒന്നും വിട്ടുകളയാതെ എല്ലാം ഏറ്റു പറയാൻ തയ്യാറാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം, അതിനോട് ചേർത്ത് വെച്ച് പറയാവുന്നത്. ഇതുവരെ പറഞ്ഞത് ദൈവവചനവും സഭയുടെ പ്രബോധനവുമാണെങ്കിൽ ഇനി പറയാൻ പോകുന്നതൊരു അനുഭവമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കണോ നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി. പക്ഷേ എനിക്ക് ബോധ്യമുള്ളതും വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അതായത് ഈ നമുക്ക് ഒരു അച്ഛനാണ് തോമസ് വാഴച്ചാരികൾ എന്ന പേര്. ഒരു അച്ഛൻ കേരള സഭയിലുണ്ട്, കേരള കത്തോലിക്ക സഭയിൽ. അദ്ദേഹം പാലാ രൂപതയുടെ മൗണ്ട് നെബോ ധ്യാന കേന്ദ്രം, മൗണ്ട് നെബോ റിട്രീറ്റ് സെൻറ്റർ ഡയറക്ടർ അച്ഛൻ കൂടിയാണ്. അച്ഛന് ഒരുപാട് ഈ എക്സോർസിസത്തിനുള്ള കൃപയുണ്ട് അച്ഛൻ. എക്സോർസിസം എന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ ഭൂതോച്ചാടനം, പിശാചബാധ ഒഴിപ്പിക്കൽ. അദ്ദേഹം അതിൽ PhD എടുത്തിട്ടുണ്ട് ആ വിഷയത്തിൽ ആധികാരിക അറിവുമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് അതിനുള്ള കൃപയും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരിക്കൽ ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ കുറേ ഭൂതോച്ചാടന അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ ചിലപ്പോൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അദ്ദേഹം പങ്കുവെച്ചൊരു അനുഭവം പറയാം. അദ്ദേഹം പങ്കുവെച്ചൊരു അനുഭവം ഇതാണ്. ഒരിക്കലും അവിടെ ഒരു പിശാചബാധ ഒഴിപ്പിക്കൽ ശുശ്രൂഷ നടക്കുക. ഒരു പെൺകുട്ടി, 20-25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയിൽ പിശാചബാധ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട്ടുകാരവിടെ കൊണ്ടുവന്നു, അവിടെ താമസിപ്പിച്ചു. ഒരു 40 ദിവസം മറ്റോ താമസിക്കേണ്ടി വന്നു. അങ്ങനെ താമസിച്ച് ഇപ്പോൾ പിശാച് വെളിപ്പെടുന്ന സമയങ്ങളിൽ അപാര ശക്തിയായിരിക്കും. ഒരു 5-6 പേര് പിടിച്ചാൽ കിട്ടില്ല, അതുപോലെ ശക്തിയായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നൊരു പ്രത്യേക രീതിയിലൊരു കട്ടിലൊക്കെ ഉണ്ട്, ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കാവുന്ന, ബെൽറ്റ് കൊണ്ടൊക്കെ മുറുക്കി കെട്ടണം. ആ സമയത്ത് ഭയങ്കര ആരോഗ്യമായിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ അതിൻ്റെ ഒഫീഷ്യൽ പ്രയറുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഇതിങ്ങനെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കുറേ നേരം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോകും. പക്ഷേ വിട്ടുപോയതെപ്പോഴും തിരിച്ചു വരാം. അതാണ് ഇത് പല ദിവസങ്ങൾ പല പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നടത്തിയ എക്സോർസിസത്തിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവത്തെ പറ്റി അദ്ദേഹം പറയാണ്. ഒരു ദിവസം ഇതുപോലെ ഈ പെൺകുട്ടിയെ എല്ലാവരും ചുറ്റും ശുശ്രൂഷകരൊക്കെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ അലമുറയിട്ട് സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ശുശ്രൂഷകൻ വരാനൊരു 2-3 മിനിറ്റ് വൈകി. അദ്ദേഹം വന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരോടൊപ്പം പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് ഈ പെൺകുട്ടിയിലെ പിശാച് ആ മനുഷ്യനെ നോക്കി അയാളോട് പറയാണ്, താൻ ഇന്ന പാപവും ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് എന്നെ ഒഴിപ്പിക്കാൻ നോക്കാം. അയാൾ ചെയ്തൊരു പാപം പരസ്യമായിട്ട് വിളിച്ചു പറയും. അയാൾ വിയർത്തുപോയി. അത് അയാൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്, വേറെ ആർക്കും അറിയില്ല. അതാണിത് വിളിച്ചു പറയുന്നത്. അച്ഛൻ അയാളെ നോക്കി, അയാൾ അതിദയനീയമായി അച്ഛനെയും നോക്കി. അപ്പോൾ സംഗതി ഉള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ കണ്ണുകൊണ്ട് ഇങ്ങനെ, പിന്നെ വലിയ മാരക പാപം, മനുഷ്യനെ നാണം കിടത്തുന്ന പാപമൊന്നുമല്ല, ചെറുതായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തോട് അച്ഛൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ മനസ്സിലായി കുമ്പസാരിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ ആൾ വേഗം ഓടിപ്പോയി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ് അദ്ദേഹം വന്ന്
വീണ്ടും ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ വന്ന് നിന്നു. പിന്നീട് ഈ പെൺകുട്ടി അയാളെ നോക്കിയിട്ടില്ല. പക്ഷേ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിക്ക് വിളിക്കണ്ടിട്ട് നോക്കും. എന്താ കാരണം? ഇനി അടുത്ത പാപ എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ ഈ സംഭവം, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം ഇരുന്നാൽ, പാപം ചെയ്യുമ്പോൾ ഉള്ളിൽ പാപം ഇരിക്കുകയാണ്, പാപക്കറയുണ്ട്, പാപം ഉള്ളിൽ ഇരിക്കുകയാണ്, അഥവാ ആത്മാവ് വ്രണിതമായൊരവസ്ഥയിലാണ്. അങ്ങനെ പാപം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാപാവസ്ഥയിലേക്ക് പിശാചിന് കയറി വരാൻ പറ്റും. കാരണം എന്താ? പിശാചാണ് പാപത്തിൻ്റെ ഉടമസ്ഥാവകാശം പിശാചിനാണ്. ഈ വ്രണമുള്ളിടത്ത് പുഴുക്കളും കൃമികളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞോണം. പാപത്താൽ വ്രണിതമായ ആത്മാവിൽ പിശാച് ഉറപ്പായിട്ടുണ്ടാകും. കാരണം പിശാചിന് ഉടമസ്ഥാവകാശം. നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും നോക്കിയിരുന്ന് നമുക്ക് വേണ്ട പാപത്തിൻ്റെ ശമ്പളം ഏതാ? റോമ 6:22. പാപത്തിൻ്റെ ശമ്പളം മരണം. മരണം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാപത്തിൻ്റെ സകല ദുരന്ത ഫലങ്ങളെയും ചേർത്ത് വെച്ച് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന പേരാണ് മരണം. എന്ന് വെച്ചാൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. അപ്പോൾ വധശിക്ഷയ്ക്ക് തുല്യമായിട്ട്, അതാണ് മരണം എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ പാപം ചെയ്തതിൻ്റെ ദുരന്തഫലം അത്ര ഭീകരമാണെന്ന് വ്യക്തമാക്കാനാണ് മരണം എന്ന പദം വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ഭീകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്തം നമുക്ക് സമ്മാനിക്കാൻ പിശാച് കയറി വരും. പിശാച് എന്തിനാണ് വരണേന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അപ്പോൾ പിശാച് വരുന്നത് എന്തിനാണ് വരുന്നത്? മോഷ്ടിക്കും. അവൻ കുറേശ്ശെ നമ്മുടെ സന്തോഷം, സമാധാനം, സ്വസ്ഥത, ആരോഗ്യം, സമ്പത്ത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായുള്ള എല്ലാം ഇങ്ങനെ കുറേശ്ശെ മോഷ്ടിക്കും, കുറേശ്ശെ നശിപ്പിക്കും. കൊന്നിട്ടേ പോകൂ പിശാചിന് ഇടം കൊടുത്താൽ. അപ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തിന്മ കയറി വന്നാൽ എത്ര പെട്ടെന്ന് അനുദപിച്ച് കുമ്പസാരിക്കുക, അത്ര പെട്ടെന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിക്കുക. പാപക്കറ കഴുകി കളയപ്പെടുമ്പോൾ, ആ വ്രണം സുഖപ്പെട്ട് കഴിയുമ്പോൾ പിശാചിന് പിന്നെ കയറി വരാൻ സാധിക്കില്ല. വാതിലടഞ്ഞു. വീണ്ടും പാപം ചെയ്താൽ വീണ്ടും വാതിൽ തുറക്കും. പിശാചിന് വീണ്ടും കയറി വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനം മാത്രമല്ല, പാപത്തിൻ്റെ ഉടമസ്ഥനായ പിശാചിൽ നിന്നുള്ള മോചനം കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരം കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ഭൂതോച്ചാടന ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം. ഏറ്റവും വലിയ എക്സോർസിസം എന്താണ്? ഏറ്റവും വലിയ ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതാണ്? കുമ്പസാരമാണ്. ഏറ്റവും വലിയ ഡെലിവറൻസ് ശുശ്രൂഷയാണ് കുമ്പസാരം. സ്വന്തം ആത്മാവിൽ പാപത്തിൻ്റെ കറ മൂലം കയറി വന്ന തിന്മയുടെ സ്വാധീനവും തിന്മയെയും അതിജീവിക്കാൻ, അഥവാ പിശാചിനെ ബഹിഷ്കരിക്കാൻ ഉള്ള ഡെലിവറൻസ് ശുശ്രൂഷയാണ് വിശുദ്ധ കുമ്പസാരം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയാ. കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഈശോ അതെല്ലാം ഈശോയുടെ രക്തത്താൽ 2000 കൊല്ലം മുമ്പ് കാൽവരിക്കുന്നിൽ കുരിശിൽ ഈശോ ഒഴുക്കിയ ആ രക്തം അത് ഇതാ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങുന്നു, ആത്മാവിനെ കഴുകുന്നു, വിശുദ്ധീകരിക്കുന്നു, നമ്മൾ നിർമ്മലരായി മാറ്റപ്പെടുന്നു. ഇതാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ മഹാ അത്ഭുതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നും വിട്ടുകളയാതെ തുറന്ന കുമ്പസാരം, തുറന്ന ഒരു ഏറ്റുപറച്ചിൽ നടത്തണം. മനഃപൂർവ്വം ഒരിക്കലും പാപം മറച്ചു വെക്കരുത്. മറന്നുപോലും പോകാതിരിക്കാൻ നമ്മളാലാകും ഇത് ശ്രമിക്കണം. കാരണം നമ്മൾ ശ്രമിക്കാതെ ഏതെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിശാചിന് കാണാൻ പറ്റും. പിശാചിൻ്റെ പ്രത്യേകത അതാണ്. പാപം ഉള്ളിടത്ത് പിശാചിന് അവകാശമുണ്ട്. അവന് അവകാശമുള്ളതൊക്കെ അവൻ കാണുന്നുമുണ്ട്. കയറി വരാൻ പിശാച് ശ്രമിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നല്ല കുമ്പസാരത്തിന് വേണ്ടുന്ന 5 കാര്യങ്ങളിൽ 2, 3, 4 കാര്യങ്ങൾ പറഞ്ഞു. 5-ാമത്തെ കാര്യം ഏതാണ്? 5-ാമത്തെ വൈദികം കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റുക. വൈദികം കൽപ്പിച്ച പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈദികം ചിലപ്പോൾ സാധാരണഗതിയിൽ പറയുക ഒരു 3 സ്വർഗസ്സനായ 3 നന്മറയും 3 തൃത്വസ്തുതി, അല്ലെങ്കിൽ 7 പ്രാവശ്യം സ്വർഗസ്സനായ ചൊല്ലി, അല്ലെങ്കിൽ 7 പ്രാവശ്യം നന്മറയും ചൊല്ലി, ഇങ്ങനെ ഒരു കൊച്ചു പ്രാർത്ഥനയായിരിക്കും മിക്കവാറും പറയാൻ സാധ്യത കൂടുതലും. മാത്രമല്ല വൈദികം കൽപ്പിക്കുന്ന പരിഹാരം പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് പ്രാർത്ഥിച്ച് തീരാവുന്ന കാര്യങ്ങളെ ഒരു പ്രായശ്ചിത്തമായിട്ട് സാധാരണഗതിയിൽ വൈദികർ നിർദ്ദേശിക്കാറുള്ളൂ. യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആ പരിഹാരം മാത്രമല്ല. അതെന്തായാലും ചെയ്യണം. പക്ഷെ അത് മാത്രമല്ല ഉദ്ദേശിക്കണേ, തുടരുന്ന പരിഹാരമാണ്. ജീവിതത്തിൽ തുടരുന്ന പരിഹാരം. ജീവിതം പരിഹാരമായിട്ട് മാറണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മളത് കാണുന്നത് 1459 നമ്പറിലാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്തു, എന്നാൽ പാപമുണ്ടാക്കിയ എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിച്ചിട്ടില്ല. പരിഹരിച്ചോ? പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്തു, പക്ഷെ പാപം ഉണ്ടാക്കിയ ക്രമരാഹിത്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ അയൽപ്പക്കത്തെ വീട്ടിലെ ചേട്ടനോട് ശത്രുതയിലാണ്. ചേട്ടനില്ലാത്ത സമയത്ത് ഒരു കല്ലെടുത്ത് ഒരു വീക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനൽച്ചില്ല് തകർന്നു. ആ കല്ല് വീണ് ജനൽച്ചില്ല് തകർന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പശ്ചാത്താപമൊക്കെ ആയി. ഞാൻ ശരിക്കും പശ്ചാത്തപിച്ച് പോയി കുമ്പസാരിച്ചു. കർത്താവ് എൻ്റെ പാപമൊക്കെ ക്ഷമിച്ചു. പക്ഷേ പൊട്ടിയ ജനൽച്ചില്ല് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ക്രമരാഹിത്യം അവിടെ നിലനിൽക്കുക. അത് എൻ്റെ ഉത്തരവാദിത്തം അവസാനിച്ചിട്ടില്ല. അത് പരിഹരിക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്.
അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കുറേ പണം മോഷ്ടിച്ചു, പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അനുദപിച്ചു, കുമ്പസാരിച്ചു, പാപം ഏറ്റുപറഞ്ഞു, ഈശ്വരൻ്റെ പാപം ക്ഷമിച്ചു, പക്ഷേ മോഷ്ടിച്ച പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ആ ക്രമരാഹിത്യം അവിടെ നിലനിൽക്കുകയാണ്, അതൊരു കടമായിട്ട് നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു നടന്നു, ഇല്ലാത്ത കാര്യങ്ങൾ ഒരാളെ പറ്റി ആ വ്യക്തി ചെയ്യാത്ത കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ ആ വ്യക്തിയെ നാട്ടിലൊക്കെ അപമാനിച്ചു, അല്ലെങ്കിൽ അവഹേളിതയാക്കി. പിന്നീടാണ് എനിക്ക് ചെയ്ത് ശരിയായില്ല എന്ന് തോന്നിയേ അനുദപിച്ചു, പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു, ഏറ്റുപറഞ്ഞു, പാപമോചനം കിട്ടി. ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്താ? ഞാനുണ്ടാക്കിയ ആ അപകീർത്തി ഞാനായിട്ട് തന്നെ പരിഹരിക്കണം. നമ്മളിത് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇത് ഉത്തരവാദിത്വമുണ്ട്. അതാണ് ആ ക്രമരാഹിത്യം പരിഹരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെയുള്ളതാണ് പ്രാർത്ഥനാ ജീവിതം വഴി നമ്മൾ പരിഹാരം ചെയ്യണം. കഴിയുന്നത്ര വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും അതുപോലെ ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും ഒക്കെ നമ്മളാലാകും വിധം കൗദാശിക ജീവിതം നയിച്ചും കൂദാശാനുകരണങ്ങളും പ്രാർത്ഥനാ ജീവിതം വഴി നമ്മൾ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തൽ 1459 നമ്പറിലൂടെ സഭ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊന്നാണ് കാരുണ്യപ്രവർത്തികൾ. കഴിയുന്നത്ര കാരുണ്യപ്രവർത്തികൾ ചെയ്യുക, കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യണമെന്ന്, നമ്മുടെ പാപത്തിൻ്റെ യഥാർത്ഥ പരിഹാരം ഈശോയുടെ കുരിശുമരണത്തിലൂടെ നേടിത്തന്നു കഴിഞ്ഞതാ ആ പരിഹാരത്തിലേക്ക് നമ്മുടെ പരിഹാരം ചേർത്ത് വയ്ക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിഹാരം ചെയ്തിട്ട് നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ പാപത്തിനുള്ള മോചനം യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ ഈശോ തന്നു കഴിഞ്ഞു, കുമ്പസാരത്തിലൂടെ സ്വീകരിക്കുന്നു. പിന്നെ ആ ക്രമരാഹിത്യങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പരിഹാരങ്ങൾ ഇതിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ തുടരുന്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. ജീവിതം അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇതൊക്കെ പരിഹാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായി വന്ന ചില സങ്കടങ്ങൾ, ചില ദുഃഖങ്ങൾ, അത് ക്ഷമയോടെ സഹിക്കുന്നത്, അതും പരിഹാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വ്യക്തി മദ്യപിച്ച് അല്ലെങ്കിൽ പുകവലിച്ച് ക്യാൻസർ രോഗം ബാധിച്ചു എന്ന് കരുതുക. അതിൻ്റെ അസഹനീയമായ വേദനയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. പിന്നീട് ഈ വ്യക്തി ശരിക്കും അനുദപിച്ച് കുമ്പസാരിച്ചു, പാപം ഏറ്റുപറഞ്ഞു, പാപമോചനം കിട്ടി. പക്ഷേ രോഗം അവിടെ നിൽക്കുന്നുണ്ട്, ക്യാൻസർ രോഗം അവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ വേദനയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തി എന്ത് വേണം? ആ വേദനയെ ക്ഷമയോടെ സഹിച്ച് പരിഹാരമായിട്ട് കാഴ്ചവെക്കുക. പാപമോചനം കിട്ടി, പക്ഷെ കടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആത്മീയ കടങ്ങൾ അഥവാ പാപത്തിൻ്റെ അനന്തരഫലം അഥവാ ക്രമരാഹിത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് പരിഹരിക്കാൻ ഈ വിധത്തിൽ സഹനം ക്ഷമയോടെ സ്വീകരിച്ചുമൊക്കെ നമുക്ക് പരിഹാരമായിട്ട് സമർപ്പിക്കാം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നല്ല കുമ്പസാരത്തിലുള്ള 5 കാര്യങ്ങളിൽ ആദ്യത്തേത് പറഞ്ഞില്ലായിരുന്നു. ആദ്യത്തേത് ഏതാണ്? ഒന്നാമത്തേത് ഏതാണ്? പാപങ്ങൾ ക്രമമായി ഓർക്കുക. ഇപ്പോൾ വിശദീകരിച്ച് പറയാൻ നേരമില്ല, ഉള്ള സമയം കൊണ്ട് പെട്ടെന്നൊന്ന് പറയാൻ ശ്രമിക്കാം. അതായത് പാപങ്ങൾ ക്രമമായി ഓർക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കാനൊരു ക്രമമുണ്ട്, ഓർക്കാനും ഒരു ക്രമമുണ്ട്. എന്താണ് ആ ക്രമം? ഓർക്കാനുള്ള ക്രമം ഏതാ? പാപം ഓർക്കാനുള്ള ക്രമം ഏതാ? ആദ്യം നമ്മൾ കുറച്ചു നേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഈ പാപബോധം തരണേ, പശ്ചാത്താപം തരണേ, പാപമൊക്കെ ഓർമ്മിപ്പിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മ വരുന്ന പാപങ്ങൾ ഒരു കടലാസിൽ കുറിച്ച് വയ്ക്കുക. ഒരു കടലാസിൽ കുറിച്ച് വയ്ക്കുന്നത് എന്തിനാ? മറന്നു പോകാതിരിക്കാനാണ്. കടലാസിൽ കുറിച്ച് വയ്ക്കുക. അതിനുശേഷം എല്ലാം ഓർമ്മയിൽ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആത്മപരിശോധന നടത്താണ്. ആത്മപരിശോധന പല രീതിയിൽ നടത്താം. ഒരു രീതി, ഒരു മെത്തേഡ് നമ്മളിപ്പോൾ ഒന്ന് പറയണമെന്നേ ഉള്ളൂ. ഇത് പല രീതിയിൽ നടത്താം. ഒരു മെത്തേഡ്, നമ്മൾ ആദ്യം ആത്മപരിശോധന ചെയ്യേണ്ടത് ദൈവകൽപ്പനകളെക്കുറിച്ചാണ്. ദൈവകൽപ്പന, എത്ര ദൈവകൽപ്പനകളുണ്ട്? 10 ദൈവം നൽകിയ 10 കൽപ്പനകൾ. അപ്പോൾ 10 പ്രമാണങ്ങൾ, 10 കൽപ്പനകളുടെ വെളിച്ചത്തിൽ ആത്മപരിശോധന നടത്തുക. ഓരോ കൽപ്പനയുടെയും പരിധിയിൽ വരുന്ന 100 കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കൽപ്പന ഏതാണ്? 10 കൽപ്പനകൾ ഒന്നാമത്തെ ഏതാണ്? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ കൽപ്പനയുടെ പരിധിയിൽ എന്തെല്ലാം വരും? അന്യദേവാരാധന, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്, പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ, മുഖംനോട്ടം, കബഡി നിരത്തിൽ, പല്ലി അല്ലെങ്കിൽ ഈ പക്ഷിശാസ്ത്രം, ഇങ്ങനെ 1-ാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ആത്മപരിശോധനയുടെ വിധേയമാക്കണം. ഇതുപോലെ ഓരോ പ്രമാണങ്ങളും. അപ്പോൾ അതിന് ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായി നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ധ്യാനകേന്ദ്രങ്ങൾ ഇതുപോലെ കുമ്പസാര സഹായം എന്ന് പറഞ്ഞ് ഒന്നുകിൽ ലീഫ്ലെറ്റ് ആയിരിക്കും, ഇതുപോലെ കടലാസുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുസ്തകങ്ങളായിരിക്കാം ഓരോ ധ്യാനകേന്ദ്രങ്ങൾ നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം. ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ, ഇങ്ങനത്തെ പുസ്തകങ്ങൾ നമുക്ക് ഈ പല സ്ഥലത്തും വാങ്ങിക്കാൻ പോലും കിട്ടും, ഈ ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങിക്കാൻ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സമഗ്രമായിട്ട് റഫേൽച്ചൻ തയ്യാറാക്കിയ ഒരു ഷീറ്റ് 10 കൽപ്പനകളുടെ വെളിച്ചത്തിലും അതുപോലെ മറ്റ് മൂലഭാവങ്ങളൊക്കെ വെളിച്ചത്തിലും ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സംക്ഷിപ്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീഫ്ലെറ്റ് ഇവിടെ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കാണുമ്പോൾ ഇതൊരു വലിയൊരു കടലാസാണല്ലോ, കുറേ ഉണ്ടല്ലോ, ഇതിന് മാത്രം പാപങ്ങൾ എന്നുള്ള ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. ഇതൊന്നുമില്ല കേട്ടോ, ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഇതിൽ. കാരണം ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ വീതി നീളമൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ്. ബൈബിളോളം നീളം വീതിയുള്ളൊരു വലിയ പുസ്തകം, 110 പേജുകളാണ്. 110 പേജുകളാണ് 10 കൽപ്പനയെക്കുറിച്ച് മാത്രം വിശദീകരിച്ചിരിക്കുന്നത്.
ഇതെത്ര പേജുണ്ട്? ഇതൊരു ഷീറ്റിൻ്റെ അപ്പുറം അത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും വായിച്ചു നോക്കണ്ടേ, മിനിമം ഇത്രയെങ്കിലും. അപ്പോൾ അതുകൊണ്ട് 10 കൽപ്പനകളാണ് ഒന്നാമതായിട്ട് ആത്മപരിശോധന ചെയ്യേണ്ടത്. അതിനുശേഷം 10 കൽപ്പനകളുടെ ആത്മപരിശോധന കഴിഞ്ഞാൽ പിന്നെ ആത്മപരിശോധന ചെയ്യേണ്ടത് തിരുസഭയുടെ 5 കൽപ്പനകൾ, തിരുസഭ നൽകിയിട്ടുള്ള 5 കൽപ്പനകൾ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. ഏതെങ്കിലും രീതിയിൽ ഞാൻ അതിൽ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. മൂന്നാമത്തെ ആത്മപരിശോധനയുടെ മേഖലയാണ് മൂലപാപങ്ങൾ. മൂലപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 7 ഏതൊക്കെയാ? അഹങ്കാരം, അസൂയ, മോഹം, കോപം, കൊതി, അലസത, ദ്രവ്യാസക്തി. 7 മൂലപാപങ്ങൾ. എന്തുകൊണ്ട് അതിനെ മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നത്? അത് അടിസ്ഥാന പാപങ്ങളാണ്. അതിൽ നിന്നാണ് ബാക്കി പാപങ്ങളൊക്കെ മുളപൊട്ടി വരുന്നത്, ബാക്കി പാപങ്ങളൊക്കെ മുളച്ചു വരുന്നത്. ഇത് 7 വിത്തുകളാണ്. 7 വിത്തുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിത്ത്, ഇപ്പോൾ ചക്കക്കുരുവാണെന്ന് കരുതുക. അത് നിലത്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചെടിയായി വന്നു, അത് മരമായി മാറി, അവൻ വടവൃക്ഷമായി തീർന്നു, അതിൽ ധാരാളം ചക്കപ്പഴങ്ങളുണ്ടാകും. എന്നതുപോലെ തന്നെ ഇത് വിത്തുകളാണ്. ഈ വിത്ത് മുളച്ച് ചെടിയായ മരമായ വൻ വടവൃക്ഷമായ അതിൻ്റേതായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. എന്ത്? ദൂഷ്യഫലങ്ങൾ. നല്ല ഫലങ്ങളല്ല, ദൂഷ്യഫലങ്ങൾ. ഈ 7 വിത്തിൽ നിന്നാണ് ലോകത്തുള്ള സകല പാപങ്ങളും മുളപെട്ടി വരുന്നത്. ഉദാഹരണത്തിന് 7 മൂലപാപങ്ങളിൽ ഒന്നാണ് കോപം. ഈ കോപത്തിൽ നിന്നാണ് അരിശം, ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, വിഭാഗീയ ചിന്ത, ഈ വിദ്വേഷം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അവസാന കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കുന്നത് ഈ കോപം എന്ന് പറഞ്ഞ മൂലപാപത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ മോഹത്തിന് മറ്റൊരു പേരാണ് ജഡികാസക്തി. ഈ മോഹം അഥവാ ജഡികാസക്തി എന്ന മൂലപാപത്തിൽ നിന്നാണ് 6-9 പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ മുഴുവനും വരുന്നത്. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, മൃഗഭോഗം, കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കൽ, അശ്ലീല സിനിമകൾ, അശ്ലീല പുസ്തകങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ഇതെല്ലാം വരണത് ഈ ജഡികാസക്തി അഥവാ മോഹപാപത്തിൽ നിന്നാണ്, ഈ മൂലപാപത്തിൽ നിന്നാണ്. ഈ മൂലപാപങ്ങൾ ആത്മപരിശോധനയുടെ വിഷയമാക്കണം. അതാണ് മൂന്നാമത്തെ ആത്മശോധന വിഷയം. നാലാമതായിട്ട് ആത്മപരിശോധന ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെതിരായ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ? ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. 6 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മോക്ഷം കിട്ടില്ല എന്നുള്ള വിചാരം, ഞാൻ സ്വർഗ്ഗത്തിൽ പോകില്ല എന്നുള്ള കടുത്ത നിരാശ. രണ്ടാമത്തേത് സൽപ്രവൃത്തികളൊന്നും കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും എന്നുള്ള മിഥ്യാപ്രതീക്ഷ. മൂന്നാമത്തേത് അന്യരുടെ നന്മയിലുള്ള അസൂയ. നാലാമത്തേത് ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം അതിനെ നിഷേധിക്കൽ. അഞ്ചാമത്തേത് പാപം ചെയ്തിട്ട് അനുതാപം ഇല്ലാതെ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ, ഒരു അനുതാപവും ഇല്ല, അത് എന്നെ പിന്നെയും ചെയ്ത് പാപത്തിൽ തുടരുന്ന അവസ്ഥ. ആറാമത്തേത് പാപം ചെയ്തിട്ട് അനുദപിക്കാതെ പാപത്തിൽ തന്നെ മരിക്കുന്ന അവസ്ഥ. ഇതാറും പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളാണ്, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. അഞ്ചാമതായി ആത്മപരിശോധന ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങൾ എന്ന പേരിൽ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന കുറച്ച് പാപങ്ങളുണ്ട്. 4 കാര്യങ്ങളാണ്. ഒന്ന്, മനഃപൂർവ്വമുള്ള കൊലപാതകം. ഒരു ഉദാഹരണം പറഞ്ഞാൽ അബോർഷൻ കൊലപാതകമാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും അത് കൊലപാതകമാണ്. രണ്ടാമത്തേത് പ്രകൃതി വിരുദ്ധ മോഹപാപം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വവർഗഭോഗം അല്ലെങ്കിൽ മൃഗഭോഗം. ഇതൊക്കെ പ്രകൃതി വിരുദ്ധ മോഹപാപങ്ങളാണ്. മൂന്നാമത്തേത് അനാഥർ, വിധവകൾ, ദരിദ്രർ, ആരോരുമില്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ളവർ ഉപദ്രവിക്കുന്നത്, അത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപമാണ്. നാലാമത്തേത് വേലക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കാതിരിക്കൽ, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപമാണ്. അപ്പോൾ ആത്മപരിശോധന ചെയ്യേണ്ട 5 മേഖലകൾ, പൊതുവായ 5 മേഖലകൾ എന്ന് പറഞ്ഞതാണ്. ഒന്നാമത് 10 കൽപ്പനകളെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. തിരുസഭയുടെ 5 കൽപ്പനകൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. 7 മൂലപാപങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. പരിശുദ്ധാത്മാവിനെതിരായ 6 പാപങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന 4 പാപങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത്രയും ആത്മപരിശോധന ചെയ്യണമെങ്കിൽ ഇനി മതബോധന ഗ്രന്ഥം എന്താ പറയണത്? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മപരിശോധന ചെയ്യണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. ദൈവവചനം എന്ന് പറഞ്ഞാൽ ആകെ എത്ര വചനമുണ്ട് ബൈബിളിൽ? 35,526 വചനമുണ്ട്. ഇത് മുഴുവൻ വായിച്ചിട്ട് ആത്മപരിശോധന ചെയ്യാൻ പറ്റുമോ? പറ്റിയാലും പറ്റിയില്ലെങ്കിലും ചെയ്യണം എന്നാണ് സഭ പറയുന്നത്, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ അത് എളുപ്പമാക്കാനാണ് നമ്മളിങ്ങനെ 5 ഘട്ടങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ്, 5 ഘട്ടം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 5 ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്ന് വെച്ചാൽ കൽപ്പനകളുടെ ലംഘനമാണ് പാപം, അഥവാ നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ബൈബിളിനെ നമ്മൾ പഴയ നിയമം പുതിയ നിയമം എന്ന് 2ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ നിയമമാണ്, ബൈബിൾ മൊത്തം നിയമമാണ് അഥവാ വചനമാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തിൻ്റെ ലംഘനമാണ് പാപം. പാപത്തിൻ്റെ നിർവചനം എന്തൊക്കെയാണ്? കൽപ്പനകളുടെ ലംഘനമാണ് പാപം, അഥവാ നിയമത്തിൻ്റെ ലംഘനമാണ് പാപം, അഥവാ വചനത്തിൻ്റെ ലംഘനമാണ് പാപം. അപ്പോൾ ദൈവവചനത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. ദൈവവചനത്തിന് വിപരീതമായി, ദൈവവചനം അനുശാസിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു കാര്യം ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പാപമാണ്. അതാണ് പാപത്തിൻ്റെ നിർവചനം കൊണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ ആത്മപരിശോധന ചെയ്യണമെങ്കിൽ എത്രയോ സമയം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഈ കടലാസ് ഓഫീസിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. ഇന്ന് പോകുമ്പോൾ തന്നെ ശരിക്കും വായിച്ചു ഒരുങ്ങി തയ്യാറെടുത്ത് ഇനി അടുത്ത കുമ്പസാരം, അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും, അടുത്ത കുമ്പസാരം എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും നല്ലപോലെ ഒരുങ്ങി നല്ലൊരു കുമ്പസാരം അത് എപ്പോൾ നടത്തുമ്പോഴും നല്ലപോലെ കുമ്പസാരിക്കാനായിട്ട് തയ്യാറാവുക. ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇനി കുമ്പസാരത്തിന് പോകുമ്പോൾ കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമത് അതിൻ്റെ ഒരു ക്രമം പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ക്രമം? കുമ്പസാരിക്കാൻ ചെന്ന് മുട്ടൂതി ആദ്യം എന്താ പറയണ്ടേ?
പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് പറയുക. അതിനുശേഷം എന്താ പറയണ്ടേ? കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് പറയണം. ചിലർ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഓർക്കണം നമ്മൾ. എന്താ നമുക്ക് ഓർമ്മയില്ലാത്തേ? ഓർക്കണമെന്നേ. 1 കൊല്ലം 5 കൊല്ലം 10 കൊല്ലമൊക്കെ, അത് നാളുകൾ ഒരുപാടാകും നമുക്ക്. ഓക്കെ, ചിലർക്ക് ഓർമ്മശക്തി ഇല്ലാത്തവരുണ്ട്, ഞാൻ അവരെക്കുറിച്ചല്ല പറയണേ. നമ്മളതിന് ഗൗരവം കൊടുക്കാത്തത് കൊണ്ടാണ് ഓർക്കാത്തതെങ്കിൽ അത് തന്നെ ഒരു പാപമാണ്. നമ്മൾ ഓർക്കണമെന്നേ. ഞാൻ എത്ര നാളായി കുമ്പസാരിച്ച്? ഒരാഴ്ചയായോ, 1 മാസമായോ, 6 മാസമായോ, 1 വർഷമായോ? നമ്മൾ ഓർക്കണം. കൃത്യം ഡേറ്റ് സമയം ഓർക്കണം എന്നല്ല ഞാൻ പറയണേ, എത്ര നാളായി നമ്മൾ ഓർക്കണം. അപ്പോൾ എത്ര നാളായി എന്ന് പറയണം. ഞാൻ കുമ്പസാരിച്ചത് ഇത്ര നാളായി. ഇതാണ് രണ്ടാമത് പറയേണ്ടത്. മൂന്നാമത് എന്താ പറയേണ്ടത്? കഴിഞ്ഞ കുമ്പസാരത്തിൽ വൈദികൻ തന്ന പരിഹാരം പ്രായശ്ചിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് പറയണം. നിർവഹിച്ചില്ല, എന്തുകൊണ്ട് നിർവഹിച്ചില്ല അതും പറയണം. നിർവഹിക്കാൻ ചിലപ്പോൾ മറന്നുപോയിണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചില കാലം നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റിയിട്ടില്ലെങ്കിൽ അത് എന്തായാലും പറയണം. മൂന്നാമത്. നാലാമത് എന്താ പറയണ്ടേ? ജീവിതാന്തസ് വെളിപ്പെടുത്തണം. എന്തിനാ ജീവിതാന്തസ് വെളിപ്പെടുത്തണേ? ഇപ്പം ഞാൻ ഒരു വൈദികനാണ്, ഞാൻ കുമ്പസാരിക്കാൻ ഇപ്പോൾ ഒരു സാധാരണ അൽമാരെ പോലെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടൊക്കെയാണ് പോയി കുമ്പസാരിക്കണേ. ആ സമയത്ത് എന്നെ പരിചയമില്ലാത്തൊരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണേ എങ്കിൽ ഞാൻ എന്ത് പറയണം? ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, സന്യാസ വൈദികനാണ്, ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. ഇത്രയും ഞാൻ പറയണം തുടക്കത്തിൽ തന്നെ. എന്തിനാ അത് പറയണേ? പാപത്തിൻ്റെ ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. ഒരേ പാപം 2 പേര് ചെയ്ത ഒരേ ഗൗരവമല്ല. ഒരു പാപം ഒരു വിവാഹിതൻ ചെയ്യുന്നതും അതേ പാപം അവിവാഹിതൻ ചെയ്യണതും ഒരേ പാപമായിരിക്കാം, പക്ഷേ ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വ്യഭിചാരം എന്ന പാപം അവിവാഹിതം ചെയ്താലും അത് പാപമാണ്, ഗൗരവമുള്ളത് തന്നെയാണ്. വിവാഹിതം ചെയ്താലും അത് പാപമാണ്, ഗൗരവമുള്ളതാണ്. കൂടുതൽ ഗൗരവം ആർക്കാ? രണ്ടും ഗൗരവമുള്ളത് തന്നെ. കൂടുതൽ ആരുടെയാണ്? വിവാഹിതൻ്റെയാണ്. എന്താ കാരണം? അത് പലരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമോ. സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നു, ആരുമായിട്ട് പാപം ചെയ്ത് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നു. ഒരുപാട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് ജീവിതാന്തസ് വെളിപ്പെടുത്തുന്നത്. ജീവിതാന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിവാഹിതനായ ഒരു അപ്പനാണ്, 2 കുട്ടികളുടെ വിവാഹിതനായ ഒരു വ്യക്തി 2 കുട്ടികളുടെ അപ്പനാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണ്, 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ സന്യസ്തനാണ്, സന്യസ്തയാണ്, സമർപ്പിതയാണ്. എന്താണ് ആ ജീവിതാന്തസ് വെളിപ്പെടുത്തുക എന്നുള്ളത്? കാരണം പാപത്തിൻ്റെ ഗൗരവത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് അത് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ 4 കാര്യങ്ങൾ കുമ്പസാരം ആരംഭിക്കും. പാപങ്ങൾ ഏറ്റു പറയും മുമ്പേ തന്നെ പറയേണ്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. രണ്ടാമത് എത്ര നാളായി കുമ്പസാരിച്ചിട്ട്. മൂന്നാമത്, വൈദികൻ കൽപ്പിച്ച പരിഹാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് പറയണം. നാലാമത്, ആ ജീവിതാന്തസ് വെളിപ്പെടുത്തുക. അതിനുശേഷം പാപങ്ങൾ പറയാണ്. ഇനി പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ വ്യക്തതയോടെ പറയണം. വ്യക്തത. അച്ഛൻ കേൾക്കാതിരുന്നെങ്കിൽ അത്ര ഉപകാരം എന്ന് വിചാരിച്ചിട്ട് പറയരുത്. അച്ഛന് മനസ്സിലാകാത്ത വിധത്തിൽ പറയരുത്. അങ്ങനെയാണ് പിന്നെ എന്തിനാ കുമ്പസാരിക്കണേ? കുമ്പസാരം ഒരു വൈദികൻ്റെ അടുത്ത് തന്നെ നടത്തണമെന്ന് യേശുവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ സഭാപ്രബോധനങ്ങൾ വഴി സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് വ്യക്തതയോടെ പറയണമെന്ന് തന്നെയാണ്. അത് വ്യക്തത ഉണ്ടാകണം. കേൾക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആവശ്യത്തിന് സ്വരം എന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കണമല്ല, അച്ഛൻ കേട്ടാൽ മതി, നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുന്ന സ്വരത്തിലല്ല, ആ വൈദികൻ മാത്രം കേൾക്കുന്ന സ്വരത്തിൽ, വ്യക്തമായ സ്വരത്തിൽ, വ്യക്തതയോടെ കൃത്യമായിട്ട് തന്നെ അത് ഏറ്റു പറയണം. ഇനി കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വേറൊരാളുടെ പാപം ഒരിക്കലും കുമ്പസാരത്തിൽ പറയരുത്. വേറൊരാളുടെ പാപം ഒരിക്കലും കുമ്പസാരത്തിൽ പറയരുത്. എൻ്റെ ഭാര്യ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എൻ്റെ ഭർത്താവ് ഇന്ന കാര്യങ്ങൾ ചെയ്തു, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ മരുമകൻ, എൻ്റെ മരുമകൾ, അല്ലെങ്കിൽ അവർ മറ്റാരുടെയും പാപങ്ങളല്ല പറയേണ്ടത്, സ്വന്തം പാപം മാത്രം. അതുപോലെ തന്നെ പാപത്തിൽ വേറൊരു വ്യക്തി പങ്കാളിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാവോ? കുമ്പസാരത്തിൽ പറയാൻ പാടില്ല, പറയരുത്. പാപം ചെയ്തു, ഞാൻ വേറൊരു വ്യക്തിയും ഒരുമിച്ചാണ് പാപം ചെയ്തതെങ്കിൽ പാപം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത പാപം, എന്നോടൊപ്പം ഒരാളുണ്ടായിരുന്നു, അപ്പോൾ മോഷണം നടത്തി, ഞാനും വേറൊരു വ്യക്തിയും കൂടെ ഒരുമിച്ചാണ് മോഷണം നടത്തിയത്, ഞാൻ മോഷ്ടിച്ചു, എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ ആരാണ് എൻ്റെ കൂടെ, ആ വ്യക്തിയുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഇത് ബാധകമായത് 6-ാം പ്രമാണത്തിൻ്റെ കാര്യത്തിലാണ്. വ്യഭിചാരം എന്ന പാപം ചെയ്തു, ഞാൻ ഈ പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, ഞാൻ ഇന്ന വ്യക്തിയുമായിട്ടാണെന്നുകൊണ്ട് ആളുടെ പേര് ഒരിക്കലും കുമ്പസാരത്തിൽ പറയരുത്. വേറൊരാളുടെ പേര് കുമ്പസാരത്തിൽ പരാമർശിക്കപ്പെടരുത്. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ് തുറന്നു വയ്ക്കണേ, ഞാനത് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ തുറന്നു വയ്ക്കുന്നതുകൊണ്ട് കർത്താവ് എന്നെയാണ് സുഖപ്പെടുത്തുന്നത്. വേറൊരാളുടെ അത് അയാൾ പറയണം പോയിട്ട് കുമ്പസാരി. ആളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. ഒരിക്കലും വേറൊരാളുടെ പാപം കുമ്പസാരത്തിൽ പറയരുത്. ലത്തീൻ കാനൻ നിയമം 988 ഇത് പറയുന്നത്. 988 വേറൊരാളുടെ പാപം ഒരിക്കലും പറയരുത്, വേറൊരാളുടെ പാപം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇതാണ്, കുമ്പസാരത്തിൽ പാപം ഏറ്റു പറയുമ്പോൾ കുമ്പസാരം എന്ന് പറയുന്നത് പ്രാർത്ഥനാ സഹായം ചോദിക്കലല്ല. പലരും വന്നിട്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കും, വീട്ടിലുള്ള സങ്കടങ്ങൾ പറയും, ദുഃഖങ്ങൾ പറയും, വിഷമങ്ങൾ പറയും, വേദനകൾ പറയും. അതിനുള്ള സ്ഥലമല്ല കുമ്പസാരക്കൂട്.
നമുക്ക് വേറെ പിന്നെ എപ്പോഴെങ്കിലും അച്ഛന്മാരെ കണ്ട് പറയുകയോ കൗൺസിലിങ്ങിൽ പറയുകയോ ഒക്കെ ചെയ്യാം. കുമ്പസാരത്തിൻ്റെ സമയത്ത് സങ്കടവും ദുഃഖവും വേദനയും നൊമ്പരങ്ങളും പറയലല്ല, ആത്മാവിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തില്ല, പാപങ്ങൾ ഏറ്റു പറയില്ല. അല്ല, സങ്കടവും ദുഃഖവും വേദനയും പറയുന്ന സ്ഥലമല്ല കുമ്പസാരക്കൂട്. അതുപോലെ തന്നെ കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ഗൗരവം ഒരിക്കലും മറച്ചു വെക്കരുത്. അതിനെക്കുറിച്ച് ലത്തീൻ കാന നിയമം 988 തന്നെ പറയുന്ന കാര്യം ഇതാണ്. 980 ലത്തീൻ കാന നിയമത്തിൽ പറയുന്നതനുസരിച്ച് പാപത്തിൻ്റെ എണ്ണവും തരവും പറയണമെന്ന് പറയാം. എണ്ണവും തരവും. പാപത്തിൻ്റെ എണ്ണവും തരവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ മോഷ്ടിച്ചു എന്ന് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നു. എത്ര വട്ടം മോഷ്ടിച്ചു എന്ന് പറയണം. 5 വട്ടമാണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, 15 ആണെങ്കിൽ 15 പറയണം. അല്ലെങ്കിൽ ഒരു വ്യക്തി അബോർഷൻ നടത്തി, ഞാൻ അബോർഷൻ നടത്തിയിട്ടുണ്ട്, ഒന്നിലധികം തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര തവണ ചെയ്തു അത് പറയണം. കൃത്യം എണ്ണം പറയണം. തരം പറയണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തരം. അതായത് ഇപ്പോൾ ഞാൻ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. 1-ാം പ്രമാണ ലംഘനത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏതാ ലംഘിച്ചേ അത് കൃത്യമായിട്ട് പറയണം. അല്ലാതെ 1-ാം പ്രമാണം ലംഘിച്ചു എന്നല്ല പറയേണ്ടത്. ഞാൻ അന്യദേവ ആരാധന നടത്തി, അല്ലെങ്കിൽ മന്ത്രവാദത്തിന് പോയി, അല്ലെങ്കിൽ ഒരു തകിട് ഇങ്ങനെ പോയി മേടിച്ച് അതുകൊണ്ടൊന്ന് വീട്ടിൽ കുഴിച്ചിട്ടു, എന്താണത് കൃത്യമായിട്ട്. അതാണ് എണ്ണവും തരം. തരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് തന്നെ കുമ്പസാരത്തിൽ അത് ഏറ്റു പറയണം. ഇതാണ് എണ്ണവും തരവും പറയണം എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തതയോടെ പറയുക. പിന്നെ ഒരിക്കലും പാപത്തെ ന്യായീകരിക്കരുത്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു, അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ചിലരിങ്ങനെ കുമ്പസാരിക്കും. എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു ചേച്ചി ഇങ്ങനെ കുമ്പസാരിക്കാമെന്ന് വിചാരിക്കും. എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അന്നേരം വീട്ടിൽ ഭയങ്കര കലഹമാണ്. ഇവിടെ ഭാര്യ ആരുടെ പാപമോ പറഞ്ഞേ? സ്വന്തം പാപം തന്നെയാണ് പറഞ്ഞേ. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെ പേരിൽ കൊടുത്തു? ഭർത്താവിൻ്റെ മദ്യപാനം. ഭർത്താവ് മദ്യപിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം ആരുടെ തലയിലേക്ക് ഇട്ടു? ഭർത്താവിൻ്റെ തലയിലേക്ക്. അങ്ങനെ ശരിക്കും കുമ്പസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെ പറയുന്നത് ശരിയാണ്, ഭർത്താവിൻ്റെ മദ്യപാനം തന്നെയായിരിക്കും കാരണം. പക്ഷെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ സാഹചര്യം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു പോയി എങ്കിൽ പോലും നമ്മൾ പാപത്തെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യരുത്, ന്യായീകരിക്കരുത്. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, കുമ്പസാരത്തിൽ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പറയുന്നതിൽ വെച്ച് ഒരു വൈദികൻ കുമ്പസാരക്കുള്ളിൽ ഇരുന്ന് കേൾക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഏതാണെന്നറിയാവോ? ഏറ്റവും വലിയ പാപം ഏതാണെന്നറിയാവോ? ചിലർ വന്നിട്ട് ഇങ്ങനെ കുമ്പസാരിക്കും, അച്ഛാ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അവിടെ മാതാവിൻ്റെ ഒരു രൂപം കൂടി ഇരിപ്പുണ്ട്, അതിൽ നിന്ന് മാതാവിനെ അവിടെ നിർത്തി മാറ്റണം. എന്നിട്ട് ഈ ചേട്ടനെ അല്ലെങ്കിൽ ചേച്ചീനെ കൊണ്ടു അവിടെ ഇരുത്തണം. കാരണം എന്താ? പാപം ചെയ്തിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നത് ഒന്ന് കർത്താവ് വിശ്വസിക്കും, പിന്നെ പരിശുദ്ധമ്മയാണ്. വേറെ ആരും പാപം ചെയ്യാത്തവർ ഈ ഭൂമിയിലില്ല. പക്ഷെ ചിലർ കുമ്പസാരിക്കുമ്പോൾ പറയുന്നതാണ്, അച്ഛാ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. എന്താ കാര്യം എന്നറിയോ? പാപമില്ലാഞ്ഞിട്ടല്ല, പാപബോധം ഇല്ലാഞ്ഞിട്ടാണ്. പാപമില്ലാഞ്ഞിട്ടല്ല, പാപബോധം ഇല്ലാഞ്ഞിട്ടാണ്. മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ മദർ തെരേസ പറയുന്നൊരു കാര്യം. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധർ തങ്ങളെ തന്നെ മഹാകുറ്റവാളികളായിട്ട് കണ്ടു, വിശുദ്ധർ തങ്ങളെ തന്നെ മഹാപരാധികളായിട്ട് കണ്ടു. എന്താ കാരണം എന്നറിയാവോ? മദർ തെരേസ തുടരാണ്, അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അവർ തങ്ങളെ തന്നെ കണ്ടിട്ടുണ്ട്, അവർക്ക് അന്തരം മനസ്സിലായി. അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി മനസ്സിലായി. അവർ തങ്ങളുടെ തന്നെ കണ്ടിട്ടുണ്ട്, അവർ തങ്ങളുടെ പോരായ്മ മനസ്സിലായി. അവർ അന്തരം തിരിച്ചറിയാണ്, ഞാൻ ആരാ ദൈവത്തിൻ്റെ മുൻപിൽ. നമുക്ക് പലപ്പോഴും സ്വയം വിചാരിക്കണം എന്നിൽ പ്രത്യേകിച്ച് പാപമൊന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തെയും കണ്ടിട്ടില്ല, സ്വന്തം ആത്മാവിനെയും കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ആരും നമ്മളിലില്ല. പറയുന്നത് ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, ലോകത്തുള്ള സകല മനുഷ്യരിലും ചെറുതും വലുതുമായ വീഴ്ചകളും കുറവുകളും പോരായ്മകളും ഉണ്ട്. ശരിയായ ആത്മപരിശോധന ചെയ്ത് കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥനാ സഹായം ചോദിക്കലും അല്ല കുമ്പസാരക്കൂടിൻ്റെ വേദി. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ, പാപാവസ്ഥകൾ തുറന്നു പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ശരിക്കും ഒരുങ്ങി ഇനിയുള്ള കുമ്പസാരങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഏതെല്ലാം പാപങ്ങളാണ് പറയേണ്ടത്? ഓർമ്മ വെച്ച കാലം മുതലുള്ള എല്ലാ പാപങ്ങളും കുമ്പസാരത്തിൽ പറയണോ? കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ചെയ്ത പാപങ്ങളാണ് കുമ്പസാരത്തിൽ പറയേണ്ടത്. കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ചെയ്ത പാപങ്ങൾ. ഇനി കഴിഞ്ഞ കുമ്പസാരത്തിൽ പറയാൻ മറന്നുപോയ പാപങ്ങളുണ്ടെങ്കിൽ, അതിപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതും പറയണം. കഴിഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞ പാപങ്ങൾ അത് ചിലതൊക്കെ പറയാൻ മറന്നുപോയി, അപ്പോൾ അത് ഓർമ്മ വന്നു, അതും കൂടെ നമ്മൾ ഏറ്റു പറയുന്നു. ഇനി കഴിഞ്ഞ കുമ്പസാരത്തിലോ മുൻ കുമ്പസാരങ്ങളിലോ ഞാൻ ശരിക്കും അനുതപിച്ചിട്ടോ പശ്ചാത്തപിച്ചിട്ടോ ആണോ പറഞ്ഞത് എനിക്കൊരു ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ സംശയം ഒന്നും ബാക്കി നിർത്താതെ നമ്മളെല്ലാം കൂടെ ഏറ്റു പറഞ്ഞേക്കുക. എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞേക്കുക. നമുക്കൊരു സംശയമുണ്ട്, ഞാൻ ശരിക്കും അനുതപിച്ചിട്ടാണോ പറഞ്ഞത്, ശരിക്കും പശ്ചാത്തപിച്ചിട്ടാണോ പറഞ്ഞത്, അങ്ങനെ ഒരു ഡൗട്ട് നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ട, നമ്മുടെ ഓർമ്മയിലുള്ള സകല പാപങ്ങളും ഏറ്റു പറഞ്ഞേക്കുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ കുമ്പസാരം വരെ ശരിക്കും സത്യസന്ധമായി ആത്മാർത്ഥമായി കഴിഞ്ഞ കുമ്പസാരം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ചെയ്ത പാപങ്ങളെ പറയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ കുമ്പസാരത്തിൽ വിട്ടുപോയ മറന്നുപോയ പാപങ്ങളെ പറയേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും അതുപോലെ ഒന്ന് ഒരുങ്ങിയെന്നോ അല്ലെങ്കിൽ ശരിക്കും അനുദപിച്ചോ നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? കഴിഞ്ഞ കുമ്പസാരത്തിൽ ആ അനുതാപം ഇല്ലാതെയും പശ്ചാത്താപം ഇല്ലാതെയും പറഞ്ഞാന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതലുള്ള സകലതും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ,
പ്രിയപ്പെട്ടവരെ, ഈ നയാമിക വശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളെ ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, കൗദാശിക പ്രസാദവരം മുഴുവനും സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അസ്വസ്ഥത തോന്നാം. എൻ്റെ ദൈവം, ഇതിന് മാത്രം നിയമങ്ങളൊക്കെ ഉണ്ടോ? ഇത് നിയമങ്ങൾ പറഞ്ഞ് ഭാരപ്പെടുത്തുന്നതല്ല, നിയമങ്ങൾ പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്നതല്ല. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ കരുണയാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാറ്റിലും ഉപരി ദൈവകരുണയാണ്. ദൈവത്തിൻ്റെ അനന്തമായ കരുണ അത് അല്പം പോലും പാഴാകാതെ മുഴുവനും എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിന് നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഒരുങ്ങുക. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് അനുദപിക്കുക, പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥത തുറന്നല്ല ഏറ്റു പറയുക എന്നുള്ളതാണ്. തമ്പുരാൻ്റെ കരുണ സ്വീകരിക്കുക. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ചിലപ്പോഴെങ്കിലും ചില വൈദികരിൽ നിന്ന് കുമ്പസാര സമയത്ത് ചില വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ സംഭവിക്കാം. ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നേക്കുമായിട്ട് കുമ്പസാരം ഉപേക്ഷിച്ചവർ, അല്ലെങ്കിൽ ചില പാപങ്ങൾ തുറന്നു പറയാൻ മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കുന്നവർ. അതിൻ്റെ നഷ്ടം ആർക്കാ നഷ്ടം? എനിക്കല്ല. ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്കേ നഷ്ടം, വേറെ ആർക്കും നഷ്ടമില്ല. എനിക്കാണ് എൻ്റെ നഷ്ടം. ഇപ്പം എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ കുറേ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു 50 ലക്ഷം രൂപ എൻ്റെ പേരിൽ അപ്പൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ അവകാശിയാണ് ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു 5 ലക്ഷത്തിന് ആവശ്യം വന്നപ്പോൾ പൈസ എടുക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ എന്തോ കാഷ്യർ ഭയങ്കര തിരക്കിലായിരുന്നു. അതുകൊണ്ട് കാഷ്യർ എന്നോട് ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഈ നേരത്താണോ കാശ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എനിക്ക് അതിലേറെ ദേഷ്യം വന്നു. അപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. കാഷ്യറുടെ അഹങ്കാരം കാരണം അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇനി അതിൽ നിന്ന് ഒറ്റ പൈസ എടുക്കില്ല. അങ്ങനെ ഞാൻ തീരുമാനം എടുക്കുമോ? അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കുറേ തീരുമാനം എടുത്ത പോലെയാണ് ഇരിക്കണേ. അങ്ങനെ ഞാൻ തീരുമാനം എടുക്കുമോ? അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ ഞാനാണ്. എൻ്റെ അപ്പൻ എനിക്ക് തന്ന പൈസയാണ് കിടക്കണത്. ക്യാഷ്യർ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാനത് എടുക്കാതിരിക്കില്ല. അപ്പോൾ ഏതോ വൈദികൻ ഏതോ കാലത്ത് എപ്പോഴോ ദേഷ്യപ്പെട്ടു. അങ്ങനെ ആർക്കെങ്കിലും വേദനയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈദികരെ പ്രതിനിധീകരിച്ച് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, സത്യസന്ധമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വൈദികനിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വൈദികനിൽ നിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടായതിൻ്റെ പേരിൽ എന്നേക്കുമായിട്ട് നമ്മളൊരിക്കലും കുമ്പസാരത്തിൻ്റെ പ്രസാദവരം കിട്ടേണ്ട ഇത് ഈശോ തന്ന സ്വത്താണിത്. ഇത് എൻ്റെ സ്വർഗീയ അപ്പ എനിക്ക് വേണ്ടി പാടുപീഡകളേറ്റു കുരിശിൽ മരിച്ച് എനിക്ക് തന്ന ഈ രക്ഷാ സൗഭാഗ്യം, ഇത് ഏതോ ഒരു അച്ഛൻ ചീത്ത പറഞ്ഞ ദേഷ്യം, അതിൻ്റെ പേരിൽ ഞാൻ വേണ്ടാന്ന് വയ്ക്കണോ? ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കരുത്. ഈ കൃപ മുഴുവനും അതിൻ്റെ ഒരല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ ഈ കൃപ മുഴുവനും സ്വീകരിക്കാൻ പറ്റണം. നല്ലപോലെ ഒരുങ്ങുക, നല്ലപോലെ തയ്യാറെടുക്കുക. ഏറ്റവും അടുത്ത് എപ്പോഴാണോ കുമ്പസാരിക്കാൻ പറ്റുക അത്രയും അടുത്ത് കുമ്പസാരിക്കുക. അപ്പോൾ അതിന് ഈ ലീഫ്ലെറ്റ് അതിനൊരു സഹായിയാണ്. ഇതുപോലെ പലത് പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും, പലത് കിട്ടും. ഇപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ലീഫ്ലെറ്റ് വാങ്ങിക്കൊണ്ട് പോയി നല്ലപോലെ ഒരുങ്ങി ഇനി അടുത്ത കുമ്പസാരം എത്ര പെട്ടെന്ന് എത്ര വേഗത്തിൽ നടത്താം അത്ര പെട്ടെന്ന് അത്ര വേഗത്തിൽ. ഇവിടെ എല്ലാ ശനിയാഴ്ചയും കുമ്പസാരമുണ്ട്, താമസമുള്ള ധ്യാനത്തിൽ ഇതുപോലെ കുമ്പസാരമുണ്ട്. അപ്പോൾ നല്ല ഒരു തുറന്ന കുമ്പസാരം, ആത്മാർത്ഥമായ കുമ്പസാരം. ഇനിയുള്ള നമ്മുടെ കുമ്പസാരങ്ങളൊക്കെ ആ വിധത്തിലാകട്ടെ, ശരിക്കും മനസ്സിലാക്കി ആ വിധത്തിലുള്ള കുമ്പസാരമായിട്ട് മാറട്ടെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിപ്പോൾ പുസ്തകമോ പേനയൊന്നും ഇല്ല, നമ്മൾ എഴുതിയെടുത്തിട്ടില്ല, നമുക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. പക്ഷേ ഇതൊക്കെ ഓൺലൈനിലുണ്ട്, യൂട്യൂബിൽ അത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് എന്താ പറയുക, ഓർക്കാൻ പറ്റാത്തവർ വീണ്ടും ഓർക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അതെടുത്ത് വീണ്ടും കാണാവുന്നതും കേൾക്കാവുന്നതും ഒക്കെയാണ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലതേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിനകത്ത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത് ഒഴികെ ബാക്കിയല്ല ഇതിനകത്തുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. സഭ പഠിപ്പിക്കണതേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ട് ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു കുമ്പസാരങ്ങൾ നടത്താനും ആ കുമ്പസാരത്തിലൂടെ കിട്ടേണ്ട മുഴുവൻ അനുഗ്രഹവും മുഴുവൻ കൃപയും സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ അതിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.